With me, I have Mittu. How do you manage all these things? Employees resign because of their boss. Like if you want to achieve 100 and you put the goal as 100, then you normally would end up achieving only 80. ഞാനിപ്പോൾ ആസ് എ ബിസിനസ് ഓണർ ഞാൻ പറയാണ് ഈ കൊച്ചിയിലുള്ള എല്ലാവരും എൻ്റെ കസ്റ്റമറാണ് എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് എ റോങ് അസംഷൻ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് എക്സ്കാസ്റ്റ്. ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളതൊരു ഓൺട്രപ്രണർ, മെയിൻലി CEO ഓഫ് AIC IIITK. വിത്ത് മീ ഐ ഹാവ് മിറ്റു. സോ വെൽക്കം ടു എക്സ്കാസ്റ്റ്. ഹലോ, ഹായ്, താങ്ക് യു. സോ നമ്മുടെ എക്സ്കാസ്റ്റിലെ കുറേയധികം ഓൺട്രപ്രണേഴ്സ് നമുക്ക് കൊണ്ടുവരാറുണ്ട്. നമ്മൾ ആദ്യമായിട്ടാണ് CEO റോളുള്ള ആളെ കൊണ്ടുവരുന്നത്. സോ ഐ തിങ്ക് ലോട്ട് ഓഫ് തിങ്സ് നമുക്ക് ഷെയർ ചെയ്തിട്ടുണ്ടാവും ഈ കാര്യത്തിൽ. സോ നമുക്കൊരു സ്റ്റാർട്ടിങ് ജേണി വെച്ച് തുടങ്ങാം. അതായത് ഒരു ഓൺട്രപ്രണർ എന്ന നിലയ്ക്ക് എങ്ങനെയാണ് ഈ ഒരു ഓൺട്രപ്രണർഷിപ്പ് ജേണിയിലേക്ക് വന്നതെന്ന് വെച്ച് ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ. സോ എനിക്ക് തോന്നുന്നില്ല ഞാൻ മാത്രമാണ് CEO ആയിട്ടുള്ള റോളിലുള്ള ആൾക്കാർ പോഡ്കാസ്റ്റിൽ വരുന്നത്. ഞങ്ങളുടെ പോഡ്കാസ്റ്റിലാണ് ഉദ്ദേശിച്ചത്. ബട്ട് സോ ഫൗണ്ടേഴ്സ് കുറേ വരാറുണ്ട്. യെസ്. സോ ഓക്കെ, എൻ്റെ ഒരു ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യുന്നത് വിത്ത് റിഗാർഡ് ടു ഓൺട്രപ്രണർഷിപ്പ്. ഒരു ഫോർമൽ ഓൺട്രപ്രണർഷിപ്പ് മേ ബി കോളേജിനൊക്കെ ശേഷമായിരിക്കാം തുടങ്ങിയിട്ടുണ്ടാവുക. ബട്ട് ഞാനത് നമ്മൾ ഈ ഓൺട്രപ്രണർഷിപ്പിലൊക്കെ കയറി കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തോന്നൂലേ ഞാൻ എന്താണ് ഒരു ഓൺട്രപ്രണർ ആയത് എന്നൊരു ചിന്ത എപ്പോഴും വരുമല്ലോ. അല്ലെങ്കിൽ പലരും നമ്മളോട് ചോദിക്കുന്നുണ്ടാവും വൈ ഡിഡ് യു ചൂസ് ദാറ്റ് എന്നുള്ളത്. സോ ആ ഒരു പ്രോസസ്സിൽ ഞാനിങ്ങനെ കുറച്ച് പുറകോട്ട് സഞ്ചരിച്ച് നോക്കിയപ്പോൾ ഐ തിങ്ക് എൻ്റെ ഒരു ഓൺട്രപ്രണറിയൽ മൈൻഡ് സെറ്റ് എനിക്കൊരു 10ാം ക്ലാസ് തൊട്ട് തുടങ്ങിയതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സോ മൈ ഫസ്റ്റ് വെഞ്ചർ, ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കിയിട്ട് ഞാൻ എൻ്റെ ആദ്യത്തെ ഒരു ബിസിനസ് വെഞ്ചർ, അതൊരു കമ്പനി എന്നൊന്നും ഞാൻ പറയില്ല, ബേസിക്കലി നമ്മുടെ എൻ്റെ ക്ലാസ്മേറ്റ്സിനൊക്കെ നമ്മുടെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റലേഷൻ CD-കളുണ്ടല്ലോ, ഇതിൻ്റെ ഇല്ലീഗൽ കോപ്പീസ് വിൽക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ആദ്യത്തെ വെഞ്ചർ. സോ അന്ന് നമ്മൾ ആൾക്കാർക്ക് അത് ആവശ്യം ഉണ്ടായിരുന്നു, എൻ്റെ ഒരു സാധനം ഉണ്ടായിരുന്നു, നമ്മൾ വിൽക്കുന്നു, ഇങ്ങനത്തെ ഉള്ള കാര്യം. ബട്ട് നൗ വെൻ ഐ ലുക്ക് ബാക്ക്, സോ ഇറ്റ്സ് കൈൻഡ് ഓഫ് ലൈക്ക് എൻ ഓൺട്രപ്രണറിയൽ മൈൻഡ് സെറ്റ്. ഞാനതൊരു ബിസിനസ്സാണെന്ന് പറയാത്തത് കൊണ്ടാണ്. വൈ ദ മൈൻഡ് സെറ്റ്, അന്ന് അവിടെ ഒരു ആവശ്യം. സോ എൻ്റെ മാർക്കറ്റ് എന്ന് പറയുന്നത് എൻ്റെ ക്ലാസ്മേറ്റ്സ് ആണ്. സോ മാർക്കറ്റിൻ്റെ ആവശ്യം ദേ നീഡഡ് ഇൻസ്റ്റലേഷൻ CDs. ഇത് ഒരു 2003-2002 കാലഘട്ടത്തിലേക്കൊക്കെ കഥയാണ് പറയുന്നത്. സോ അന്ന് CD-കളാണ് സോഫ്റ്റ്വെയർ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻസ്. സോ ക്രാക്ഡ് ആൻഡ് നോബഡി ക്യാൻ, ഒറിജിനൽസ് മേടിക്കാൻ ഡിഫിക്കൽട്ടാണ്. സോ ദർ വാസ് എ നീഡ്, റൈറ്റ്? സോ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചു. സംവെയർ ഐ വാസ് ഏബിൾ ടു ഗെറ്റ് ഒറിജിനൽ CDs or ഇതിൻ്റെ ഈ സോ കോൾഡ് CDs. So naturally I had the opportunity and I had the resources. So ഒരു ഓൺട്രപ്രണർ ചെയ്യുന്ന ഇതാണ്, ഒരു മാർക്കറ്റിലെ ഒരു നീഡ് ഐഡൻറ്റിഫൈ ചെയ്യുക, ആ നീഡിന് ഒരു ഇറ്റ്സ് എ പ്രോബ്ലം, ആ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ഇസ് ഗിവ് ഇറ്റ് അറ്റ് എ കോസ്റ്റ് എഫക്റ്റീവ് റേറ്റ്, അല്ലേ? സോ കോസ്റ്റ് എഫക്റ്റീവ് റേറ്റിൽ കൊടുക്കുക എന്നുള്ളൊരു സൊല്യൂഷൻ നമ്മൾ കൊണ്ടുവന്നു. വി ഹാഡ് ദി ഓപ്പർച്യൂണിറ്റി ഓർ റിസോഴ്സസ്. ആ റിസോഴ്സസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്ത് we found a solution. So അന്ന് ഇതൊന്നും ആലോചിച്ച് ചെയ്തതല്ല, അന്ന് കുറച്ച് എക്സ്ട്രാ കാശ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ബട്ട് now when I look back, the mindset was there. സോ പിന്നെ ഇത് പല സമയങ്ങളിലും പല കാര്യങ്ങളിലും we have tried. കോളേജിലായിരുന്നപ്പോഴും ഒക്കെ പല പല കാര്യങ്ങളിലും the same mindset was there. ബട്ട് ഒരു ഫോർമൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആഫ്റ്റർ കോളേജ് വിത്ത് സൂയി മീഡിയ വർക്ക്സ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനാണ്. സോ ഇത് ഓൾമോസ്റ്റ് ഇറ്റ് വാസ് ബേസ്ഡ് ഔട്ട് ഓഫ് എൻ്റെ ഒരു സ്കിൽ സെറ്റിൻ്റെ ബേസിസിൽ തുടങ്ങിയ ഒരു ഓർഗനൈസേഷനാണ് വിച്ച് വാസ് ഇൻ ടു മാർക്കറ്റിംഗ് സ്പേസ്, മാർക്കറ്റിംഗ് ആൻഡ് അഡ്വർടൈസിംഗ് സ്പേസ്. Yes, I started off as a designer. So my core skill was designing. But then from designing went into brand strategy. പിന്നെ അവിടുന്ന് ആ ഒരു സമയത്ത് ഡിജിറ്റൽ മീഡിയ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഭയങ്കരമായിട്ട് എക്സ്പ്ലോസീവായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഐ തിങ്ക് ഇറ്റ്സ് അറൌണ്ട് 2011-12. അപ്പം ലോട്ട് ഓഫ് ഓർഗനൈസേഷൻസ് ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് വരുന്നൊരു ടൈം, ഫേസ്ബുക്കിൻ്റെ കാലഘട്ടം. യെസ്, യാ. ആൻഡ് ഇതാണ് ഫേസ്ബുക്ക് ഒരു അഡ്വർടൈസിങ് പ്ലാറ്റ്ഫോമും ഇന്ത്യയിലൊക്കെ ലോഞ്ച് ചെയ്ത് ഗ്ലോബലി ലോഞ്ച് ചെയ്ത് വരുന്നൊരു ടൈം കൂടെയാണ്. സോ നാച്ചുറലി
വി ഹാഡ് എ ലോട്ട് ഓഫ് സ്മോൾ ക്ലയൻസ്. അപ്പോൾ വലിയ അഡ്വർടൈസിങ് ബഡ്ജറ്റ്സ് ഇല്ലാത്ത ചെറിയ ക്ലയൻസ് ആണുള്ളത് നമ്മുടെ കൂടെയുള്ളത്. കാരണം നാച്ചുറലി വലിയ ക്ലയൻസ് എപ്പോഴും വർഷങ്ങളോളം എക്സിസ്റ്റ് ചെയ്യുന്ന ഓർഗനൈസേഷൻ്റെ കൂടെ പോകുന്നു. നമ്മുടെ കൂടെ നോർമലി പുതുതായിട്ട് തുടങ്ങി വരുന്നവരും അല്ലെങ്കിൽ നമ്മുടെ നെറ്റ്വർക്കിലുള്ളവരൊക്കെയാണ് നമ്മുടെ ക്ലയൻസ് ആയിട്ട് വരുന്നത്. സോ നാച്ചുറലി ദേ ഡോണ്ട് ഹാവ് ലോട്ട് ഓഫ് ബഡ്ജറ്റ്സ്. ആൻഡ് അന്ന് ട്രഡീഷണൽ മീഡിയ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് ഒരു കോസ്റ്റ് എഫക്റ്റീവ് അപ്രോച്ച് ഉണ്ടായിരുന്നു. സോ അങ്ങനെ ബിക്കോസ് മാർക്കറ്റിൽ നിന്ന് അഗെയിൻ ഒരു നീഡ് ഉണ്ടായിരുന്നുകൊണ്ട് ഐഡൻറ്റിഫൈഡ് എ നീഡ്. അപ്പോൾ സൊല്യൂഷൻ വാസ് അന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാനുള്ള സ്കൂളുകളോ കോളേജുകളോ ഒന്നുമില്ല. നമ്മൾ തന്നെ പഠിച്ചെടുക്കുന്നു, നമ്മൾ തന്നെ സ്ട്രാറ്റജീസ് ബിൽഡ് ചെയ്യുന്നു, നമ്മൾ തന്നെ കുറേ എക്സ്പെരിമെൻ്റ് ചെയ്ത് ലൈക്ക് അതെ നമ്മുടെ തന്നെ ഒന്നുകിൽ നമ്മുടെ തന്നെ പൈസയോ അല്ലെങ്കിൽ സംടൈംസ് ക്ലയൻസിൻ്റെ പൈസ വെച്ചിട്ട്. താങ്ക്ഫുള്ളി ആ സമയത്ത് നമ്മുടെ കൂടെ വന്ന കുറേ ക്ലയൻസ് ഒരു എക്സ്പെരിമെന്റേഷന് വില്ലിങ് ആയിരുന്നു. അപ്പം അവർക്കും അറിയാം ദിസ് ഇസ് എ ന്യൂ തിങ് ആൻഡ് കമ്പാരിറ്റീവ്ലി കോസ്റ്റ് എഫക്റ്റീവ് ആണെന്നുള്ളതുകൊണ്ടാണ് അവർ വരുന്നത്. ബട്ട് സംഹൗ വി ഗോട്ട് സം ഗുഡ് ക്ലയൻസ് അറ്റ് ദാറ്റ് പോയിന്റ്. അപ്പോൾ അവരുടെ കാര്യങ്ങൾ ചെയ്ത് നമ്മളും കുറേ കാര്യങ്ങൾ പഠിച്ചു. സോ ഒരു ട്രയൽ ആൻഡ് എറർ മോഡലിൽ ഒരു സെൽഫ് ടോട്ട് ഡിജിറ്റൽ മാർക്കറ്ററായി മാറി. സോ ദെൻ കമ്പനിയുടെ ഒരു മേജർ ഓഫറിംഗ് ബിക്കെയിം ഡിജിറ്റൽ മാർക്കറ്റിംഗ്. Then it went on for another 10 years. Wow. 2021-22 where I was running Zui MediaWorks. Okay. Yeah, so did everything from branding, web development, digital marketing, video production, sales, animation. So yeah, obviously sales, client management, account management. So ഒരു അഡ്വർടൈസിംഗ് ഓർ മാർക്കറ്റിംഗ് സ്പേസിൽ വരുന്ന ഈവൻ സ്ട്രാറ്റജി ബിൽഡിംഗ്, ക്യാമ്പയിൻ സ്ട്രാറ്റജി, സോ ഓൾ ഓഫ് ദാറ്റ്. ഇവിടെ ഒരു ക്രൂഷ്യൽ ആയിട്ടൊരു ഇതുണ്ട്. ഇപ്പോൾ 10 വർഷം ഒരു കമ്പനി റൺ ചെയ്യാന്ന് വെച്ചാൽ നല്ലൊരു ടീമിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞ റോളുണ്ട്. ഐ തിങ്ക് ആ ഒരു പെർസ്പെക്റ്റീവ് എങ്ങനെയാണ് കാണുന്നത്? ടീം ബിൽഡിംഗ് അല്ലെങ്കിൽ ടീം മാനേജ്മെന്റ്. ടീം ബിൽഡിംഗ് ആണ് ആദ്യത്തെ സ്റ്റേജ്, പിന്നെ ടീം മാനേജ്മെന്റ്. ഹൗ ഡു യു സീ ദാറ്റ്? സോ ഇപ്പം ഞാൻ തിരിഞ്ഞു നോക്കുമ്പം സംവെയർ വെയർ വി ഫെയിൽഡ് ഈസ് ദാറ്റ്. കാരണം ഞാൻ കുറേ പേര് സംസാരിക്കുമ്പോൾ ന്യൂ ആയിട്ട് ഈ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുന്ന സ്റ്റാർട്ടപ്പ് സംസാരിക്കുമ്പോൾ എല്ലാവരും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഫേസ് അവിടെയായിട്ട്. കാരണം മോസ്റ്റ്ലി വെൻ യു ഒരു ഓൺടർപ്രണർ ആവുമ്പോൾ മോസ്റ്റ്ലി യു സ്റ്റാർട്ട് ഓഫ് വിത്ത് സംതിങ് ദറ്റ് യു ആർ ഗുഡ് അറ്റ് അല്ലേ. സോ ഇപ്പം ഞാൻ സ്റ്റാർട്ട് ഓഫ് ചെയ്തത് എനിക്ക് മാർക്കറ്റിംഗ് സ്പേസിലുള്ളൊരു ആപ്റ്റിറ്റ്യൂഡ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ആ സ്പേസിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അന്ന് ഞാനാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ലൈക്ക് വെൻ ഐ സ്റ്റാർട്ടഡ് ഓഫ് ലൈക്ക് മെനി ഓൺടർപ്രണേഴ്സ് നമ്മൾ തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ആൻഡ് വി ആർ ഡൂയിങ് തിങ്സ്, വി ആർ മാനേജിങ് തിങ്സ്. പക്ഷേ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് യുനോ യു ആർ റിയലി ഗുഡ് അറ്റ് ഇറ്റ്. ദാറ്റ് ഈസ് വൈ യു ആർ സ്റ്റാർട്ടിങ് എ ബിസിനസ്. ആ ഒരു കോൺഫിഡൻസ് അവിടെ നിന്നാണ് വരുന്നത്. സോ ഇഫ് യു ആർ നോട്ട് വെരി ഗുഡ് അറ്റ് സംതിങ് നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാവണമെന്നില്ല ബിസിനസ്, എസ്പെഷ്യലി ആ ഒരു സ്പേസിൽ സ്റ്റാർട്ട് ചെയ്യാൻ. ബിക്കോസ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്കി ആയിട്ടുള്ള ഒരു എൻഡേവറാണ്. യെസ്. അത് മാത്രമല്ല ലൈക്ക് ഒരു ജോബ് ആണെങ്കിൽ യു ഹാവ് സം അഷ്യൂറൻസ് അല്ലേ. 1ാം തീയതി ആകുമ്പോൾ സാലറി കിട്ടും എന്നൊരു അഷ്യൂറൻസ് ഉണ്ട്. പല സ്ഥലത്തും കിട്ടാറില്ലായിരിക്കാം, അത് ശരിയാണ്. പക്ഷേ അറ്റ്ലീസ്റ്റ് സം അഷ്യൂറൻസ് യു ഹാവ്. ലൈക്ക് 1ാം തീയതി കിട്ടാം അല്ലെങ്കിൽ 10ാം തീയതി കിട്ടാം, സംവെയർ യു വിൽ ഗെറ്റ് ഇറ്റ്. ഒരു ബിസിനസ് ആകുമ്പോൾ ചിലപ്പോൾ ആ ഒരു അഷ്യൂറൻസസ് ഒന്നും ഉണ്ടാവില്ല. യു ക്യാൻ ഗെറ്റ് പേയ്മെൻറ്റ്, സംടൈംസ് ക്ലയൻസ് വോണ്ട് മേക്ക് പേയ്മെൻറ്റ്, കുറേ നാളത്തേക്ക് പേയ്മെൻറ്റ് ചെയ്യില്ല, കുറേ പ്രശ്നങ്ങളുണ്ടാവും. സോ അപ്പം അങ്ങനെയുള്ള കുറേ അൺസർട്ടനിറ്റീസ് നിലനിൽക്കുമ്പോൾ ദ ഓൺലി തിങ് ദാറ്റ് ഡ്രൈവ്സ് യു ഇസ് യുവർ കോൺഫിഡൻസ്. അറ്റ്ലീസ്റ്റ് യു ഷുഡ് ബി കോൺഫിഡൻറ്റ് എനിക്കിത് ചെയ്യാൻ പറ്റണം എന്നുള്ള കാര്യം. സോ ആ കോൺഫിഡൻസിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നാച്ചുറലി യു ആർ ഗുഡ് അറ്റ് ഇറ്റ്. ബട്ട് വെൻ യു ഹയർ പീപ്പിൾ, ഫസ്റ്റ് ടൈം ഫൗണ്ടേഴ്സ് നോർമലി എക്സ്പെക്ട് ചെയ്യുന്നത് യു ഹയർ സംബഡി ആൻഡ് ദേ വിൽ ബി ആസ് ഗുഡ് ആസ് യു ആർ. Right? അപ്പോൾ എസ്പെഷ്യലി ദിസ് ഇസ് എ പ്രോബ്ലം വിത്ത് സംബഡി ഹു ഹാസ് എ ടെക്നോളജി ഓർ എ സ്കിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫൗണ്ടേഴ്സ് ഉള്ളപ്പോൾ. ഇപ്പോൾ ഒരു പ്രോഗ്രാമർ ആയിട്ടുള്ള ഒരാൾ ആണ് ഫൗണ്ടർ എങ്കിൽ വെൻ ഹി ഹയേഴ്സ് അതർ പ്രോഗ്രാമർ ആ ക്വാളിറ്റിയിൽ ചെയ്യും എന്നുള്ളൊരു എക്സ്പെക്ടേഷനാണ്. ബട്ട് നോർമലി ഇറ്റ് നെവർ ഹാപ്പൻസ് ഫോർ കപ്പിൾ ഓഫ് റീസൺസ് ദാറ്റ് മേ ബി ദേ ആർ നോട്ട് റിയലി ഗുഡ് അറ്റ്, അത്രയും നല്ലതായിരിക്കില്ല. സെക്കൻഡ്ലി ഒരു ഫൗണ്ടർ അത്രയും സിൻസിയറിറ്റി ഒരു എംപ്ലോയിക്ക് ഉണ്ടാവില്ല. ആൻഡ് അതിൽ നമ്മൾ വാശി പിടിച്ചിട്ട് കാര്യമില്ല. ഒരു ഓൺടർപ്രണറിന് ഓഫ് കോഴ്സ് റിസ്ക് ഉണ്ട്, അതുപോലെ തന്നെ ബെനിഫിറ്റ്സും ഉണ്ട്. റൈറ്റ്? ഒരു 5 years യു റൺ ദി ഓർഗനൈസേഷൻ, അവിടുന്ന് വരുന്നൊരു പ്രോഫിറ്റ് ഈസ് നോട്ട് കമ്പയർഡ് ടു വാട്ട് ആൻ എംപ്ലോയി ക്യാൻ മേക്ക് അല്ലേ. സോ എംപ്ലോയി ഹാസ് വെരി ഫിക്സ്ഡ്, ഈസ് നോട്ട്, അയാളുടെ ജീവിതമല്ല ഇത്. അയാളൊരു
he has given you like 8 hours or he or she has given you ഒരു 8 മണിക്കൂർ 9 മണിക്കൂർ and you take the maximum out of it, that's your skill. Okay, അത് എങ്ങനെ നല്ല രീതിയിൽ അത് എടുക്കാം in an ethical manner, how can you take the maximum output out of a team is your skill. That അതാണ് ഒരു ഫൗണ്ടർ ബിൽഡ് ചെയ്തെടുക്കേണ്ട ഒരു സ്കിൽ. And mostly first time founders it's very difficult to get it. So എനിക്കും ഇത് ലൈക്ക് ഓരോന്ന് നമ്മൾ ഓരോ ഇൻസിഡൻസ് ഉണ്ടാകുമ്പോഴാണ് നമ്മളും ഓരോന്ന് ലേൺ ചെയ്യുന്നത്. ലൈക്ക് ഓക്കെ ഇങ്ങനെ ചെയ്താൽ ശരിയാവില്ല, ദിസ് ഇസ് നോട്ട് ദ റൈറ്റ് വേ ടു ഡു ഇറ്റ്. അല്ലെ ചില സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷൻസിൽ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. സംടൈംസ് ഇറ്റ് ഈസ് നോട്ട് നീഡഡ്. അപ്പം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ടീം മാനേജ്മെൻറ്റിൽ നമുക്ക് ഫേസ് ചെയ്യുന്ന കുറേ ചലഞ്ചസ് ആണ്. ആൻഡ് ഇതൊരു ടീം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ആൾക്കാരെ മാനേജ് ചെയ്യുക. ടീം മാനേജ്മെൻറ്റ് എന്നുള്ള മാറിയിട്ട് പീപ്പിൾ മാനേജ്മെൻറ്റ് എന്നുള്ളതാക്കാണ്. സോ ലോകത്ത് ഏത് റോളിലിരിക്കുന്ന ഒരാൾ, ഇപ്പോൾ ഫൗണ്ടറോ ഓൺടർപ്രണറോ ഒന്നും ആവേണ്ട ആവശ്യമില്ല. ലോകത്ത് എവിടെ പോയാലും യു ഹാവ് ടു മാനേജ് പീപ്പിൾ, റൈറ്റ്? ഈവൻ ഇഫ് യു ടേക്ക് ഓൺ യുവർ പേഴ്സണൽ ലെവൽ ലൈക്ക് എ ഫാമിലി, യു ഹാവ് ടു മാനേജ് പീപ്പിൾ. ആൾക്കാരെ മാനേജ് ചെയ്യാൻ ഇപ്പോൾ ഒരു ഫാമിലി ആണെങ്കിൽ പോലും, ഇവനെ സ്മോൾ ഹസ്ബൻഡ് വൈഫ് 2 പിള്ളേരുള്ള ഫാമിലി ആണെങ്കിലും അവിടെ 2-3 ആൾക്കാരെ മാനേജ് ചെയ്യാനുണ്ടാവും അല്ലേ എപ്പോഴും. സോ മാനേജിങ് പീപ്പിൾ ഈസ് എ വെരി ഡിഫിക്കൽട്ട് സ്കിൽ, ബട്ട് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്കിൽ ദാറ്റ് ഇസ് നീഡഡ് for a human being. Okay. Yes. And much more important for a person in leadership role. അത് ഞാൻ ഒരു ഓൺടർപ്രണർ എന്നുള്ള രീതിയിലേക്ക് ചുരുക്കുന്നില്ല. എനിബഡി ഇൻ എ ലീഡർഷിപ്പ് റോൾ. കാരണം ഓൺടർപ്രണർ ഒരു ബിസിനസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ചിലപ്പോൾ 3-4 ഓൺടർപ്രണേഴ്സ് അല്ലേ ഉണ്ടാവുള്ളൂ. ബട്ട് as your business becomes bigger, you will have secondary leaders, അല്ലെ? ഒരു സീനിയർ മാനേജേഴ്സ് വരും, അല്ലെ ഓരോ വെർട്ടിക്കലിൻ്റെ ഹെഡ് വരും, ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സ് വരും. സോ അവർക്കും ആൾക്കാരെ മാനേജ് ചെയ്യണം. നമ്മൾ പലപ്പോഴും കേട്ടിട്ടില്ല, അതായത് എംപ്ലോയീസ് റിസൈൻ ബിക്കോസ് ഓഫ് ദെയർ ബോസ്. നല്ലൊരു മാനേജർ ഓർ ബോസ് ഉണ്ടെങ്കിൽ റിസൈൻ ചെയ്യില്ല എന്ന് പറയാറില്ലേ. അപ്പോൾ അതിൻ്റെ എല്ലാം വാട്ട് ഇറ്റ് ബോയിൽസ് ഡൗൺ ടു ഇസ് ഈ പീപ്പിൾ മാനേജ്മെൻറ്റ് സ്കിൽസ് ആണ്. സോ നാച്ചുറലി ലൈക്ക് എല്ലാ ഫസ്റ്റ് ടൈം ഫൗണ്ടേഴ്സ് പോലെയും എനിക്കും അതിൽ കുറേ ചലഞ്ചസ് ഉണ്ടായിരുന്നു. ബട്ട് ഓവർ ദ ലാസ്റ്റ് 10-12 ഇയേഴ്സ് ഇപ്പം ഐ ഫീൽ മോർ കോൺഫിഡൻറ്റ് ദാറ്റ് ഐ ക്യാൻ മാനേജ് പീപ്പിൾ എ ലിറ്റിൽ ബിറ്റ് ബെറ്റർ. ക്രാക്ഡ് എന്ന് പറയുന്നത് ലൈക്ക് അല്ല, അത് ക്രാക്ക് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഐ ഹാവ് ടു ബി എ വെരി ഈഗോയിസ്റ്റിക് പേഴ്സൺ. ഐ വോണ്ട് സേ ദാറ്റ്. കാരണം ഇപ്പം നമുക്ക് അറിയാത്ത കാര്യങ്ങൾ മുമ്പോട്ടേക്ക് ഉണ്ടാവുമല്ലോ, അതെങ്ങനെയാണെന്നുള്ളത് അങ്ങോട്ടേക്ക് നമ്മൾ എത്തുമ്പോഴേ നമുക്ക് പറയാൻ പറ്റും. സോ ഞാൻ ക്രാക്ക് ചെയ്തെന്ന് പറയില്ല, ബട്ട് ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്ത ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് വരികയാണെങ്കിൽ എങ്ങനെ മാനേജ് ചെയ്യണം എന്ന് നമുക്കറിയാം. ബട്ട് ഇതിൽ കൂടുതൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഐ ഹാവ് നോട്ട് മാനേജ്ഡ് എ 100-200 മെമ്പർ ടീം. അപ്പോൾ ഒരു 100-200 മെമ്പർ ടീം വരികയാണെങ്കിൽ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് എനിക്കിപ്പം അറിയില്ല. സോ അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു മേ ബി വി മാനേജ്ഡ് അപ് ടു 30-40 ടീം. അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് വരുമ്പോൾ ഹൗ ഡു യു മാനേജ് ഇറ്റ് ഈസ് എ ടോട്ടലി ഡിഫറെൻറ്റ് പ്രോബ്ലം. ഇത് ആക്ച്വലി ഞാനും ഒരു മീഡിയ കമ്പനി ഉണ്ട്, ഒരു മാർക്കറ്റിംഗ് കമ്പനി ഉണ്ട്. Web3 സ്പെസിഫിക് ആണെന്ന് മാത്രം, നെഫ്റ്റോ എന്ന് പറഞ്ഞത്. ഇതിനകത്തും ടീം ബിൽഡിംഗ് ആണ് എനിക്ക് ഒരു ക്രൂഷ്യൽ പാർട്ടായിട്ട് തോന്നിയേക്കുന്നത്. പുതിയ ഹയറിങ് എടുക്കുമ്പോഴായാലും മാനേജ് ചെയ്യുമ്പോഴായാലും ഒരു ബുദ്ധിമുട്ട് എപ്പോഴും ഉണ്ട്. അതിപ്പോൾ പതിയെ പഠിച്ച് ഇതേപോലെ ഇതായിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് എല്ലാ സക്സസ്ഫുൾ ഓൺടർപ്രണേഴ്സ് എപ്പോഴും ആദ്യമൊക്കെ വന്നിട്ട് പറയും ഞാനാണ് എല്ലാം ശരിയാക്കിയതെന്ന് പറയും. പക്ഷെ ഒരു റിയലി ഒരു സക്സസ് അച്ചീവ് ചെയ്തൊരു ഓൺടർപ്രണർ എപ്പോഴും പറയും ഇറ്റ്സ് മൈ ടീം ഹു ഹാസ് ഡൺ ഇറ്റ്. കാരണം പുള്ളിക്കറിയാൻ ടീം ഇല്ലാതെ എന്ത് ഫെയിലിയർ സംഭവിച്ചിട്ടുണ്ട്. സോ വിത്ത് ടീം വാട്ട് ഹി കുഡ് അച്ചീവ്. സോ ഇന്ന് ഞാൻ വർക്ക് ചെയ്യുന്ന ഏത് ഓർഗനൈസേഷൻസ് ആണെങ്കിലും, വെദർ ഇറ്റ് ഈസ് വോളണ്ടിയറിങ് ഓർഗനൈസേഷൻസ് ഓർ എനി ഓർഗനൈസേഷൻ, നമ്മളവിടെ അച്ചീവ് ചെയ്യുന്ന എനി ഔട്ട്പുട്ട് ഈസ് ആക്ച്വലി ബിക്കോസ് ഓഫ് ദ ടീം. ഇത് ചുമ്മാ ഒരു ലൈക്ക് ഒരു കോട്ടായിട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല, ബട്ട് ആക്ച്വലി ഇറ്റ് ഈസ് ടീം പെർഫോം ചെയ്യുന്നതുകൊണ്ടാണ് ആ ഓർഗനൈസേഷന് ഒരു ഔട്ട്പുട്ട് ഉണ്ടാവുന്നത്. ബിക്കോസ് ഇന്ന് ഞാൻ ചെയ്യുന്ന എല്ലാ റോൾസും ഒരു ലീഡർഷിപ്പ് റോൾ ആയതുകൊണ്ട് എൻ്റെ ജോബ് മെയിൻലി ടു ഈ ടീമിൻ്റെ ആസ്പിറേഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യുക, ഓർഗനൈസേഷൻ്റെ ഗോൾസ് ഐഡൻറ്റിഫൈ ചെയ്യുക, ഇത് രണ്ടും മാച്ച് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്ന മെയിനായിട്ടുള്ള ജോബ്.
ഓർഗനൈസേഷൻ ഗോൾസ് ഇസ് ഓക്കെ, നമുക്ക് ഈ മാസം ഇത്ര സെയിൽസ് ഉണ്ടാവണം, അല്ലെങ്കിൽ ഈ മാസം നമുക്ക് ഇത്ര ഇവൻറ്റ്സ് ചെയ്യണം. സോ ദീസ് ആർ ദ ഓർഗനൈസേഷൻ ഗോൾസ്, റൈറ്റ്? അത് വെച്ച് ടീമിനെ അലൈൻ ചെയ്യുക. അതിലേക്ക് സോ ടീം ഓൾസോ ഹാസ് ആസ്പിറേഷൻസ്, റൈറ്റ്? ഇപ്പം ലൈക്ക് ലെറ്റ്സ് സേ ഒരു എംപ്ലോയി ഉണ്ട് ഹു ഇസ് എൻ എ കമ്മ്യൂണിറ്റി മാനേജർ അറ്റ് മൈ ഇൻക്യുബേറ്റർ ഫോർ എക്സാമ്പിൾ. സോ ലെറ്റ്സ് സേ പുള്ളി കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഹി ഹാസ് ഡൺ ലോട്ട് ഓഫ് ഇവൻറ്റ്സ്, റൈറ്റ്? which are mostly webinars, for example. He has done a lot of webinars. Again, after 3 years, ഞാൻ പുള്ളിയോട് വീണ്ടും ഒരു വെബിനാർ തന്നെ ചെയ്യണം എന്ന് പറയുമ്പോൾ he doesn't have any aspiration, right? പുള്ളി അത് എന്നും ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. But if I give him a more challenging task, maybe his aspiration now is to do a large conference. So ആ ആസ്പിറേഷൻസും കൂടെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഗോൾസിനെ അലൈൻ ചെയ്യാനും ഒക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഐ തിങ്ക് വി വിൽ ഗെറ്റ് എ ഗുഡ് ഔട്ട്പുട്ട്. ഓക്കെ, ഫ്രം ദാറ്റ് അത് പറഞ്ഞപ്പോൾ ഇപ്പോൾ ടീം ബിൽഡിങ്ങിനെ പറ്റി പറഞ്ഞു, ഓർഗനൈസേഷനെ പറ്റി പറഞ്ഞല്ലോ. ഞാൻ ആദ്യമായിട്ട് മിട്ടുച്ചേനെ കാണുന്നത് KSUമിൽ ഒരു ഇവൻറ്റിന് വെച്ചാൽ. അപ്പോൾ ഇപ്പോൾ ഹെഡ് സ്റ്റാർട്ടിൻ്റെ ഇവൻറ്റിനാണെന്ന് തോന്നുന്നു. അതെ. അപ്പോൾ കണ്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞു ഹെഡ് സ്റ്റാർട്ടിന് വോളണ്ടിയർ ചെയ്യുക. ഞാൻ അന്ന് ഇങ്ങനെ ആലോചിച്ചായിരുന്നു വാട്ട് ആർ ദ ബെനിഫിറ്റ് ദാറ്റ് യു ആർ ഗെറ്റിംഗ് ഫ്രം ദിസ് എന്നുള്ളത്. ജസ്റ്റ് ആസ് എ വോളണ്ടിയർ ചെയ്തുകൊണ്ട് എന്താണ് ബെനിഫിറ്റ് കിട്ടുന്നത് എന്നുള്ളത്. പക്ഷേ അന്ന് ഞാൻ സ്റ്റാർട്ട് ഓഫ് ചെയ്ത ടൈമായിരുന്നു, ഈ ഒരു ഓണ്ടർപ്രണർഷിപ്പ് ജേർണി സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. പക്ഷെ ഇന്ന് എനിക്കത് മനസ്സിലാകുന്നുണ്ട്. കാരണം നമുക്ക് ആ ഒരു വോളണ്ടിയറിൽ നിന്ന് കിട്ടുന്ന റിലേഷൻസ്, ഈവൻ നമ്മിൽ കണക്ട് ആയത് അങ്ങനെയാണ്. അപ്പോൾ ആ റിലേഷൻ എനിക്ക് ഭയങ്കര ബെനിഫിഷ്യലാണ്. അപ്പോൾ എനിക്ക് ആ ഒരു വ്യൂ പോയിന്റ് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. സോ വാട്ട് ഈസ് ദി ബെനിഫിറ്റ് ഓഫ് വോളണ്ടിയറിങ് എന്ന് ഒരു കഴിഞ്ഞ വർഷത്തിന് മുമ്പാണ് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കുന്നതെങ്കിൽ എനിക്ക് തിയററ്റിക്കലായിട്ട് കുറേ ആൻസേഴ്സ് പറയായിരുന്നു. ലൈക്ക് യു വിൽ ഗെറ്റ് നെറ്റ്വർക്ക്, യു വിൽ ഗെറ്റ് കണക്ഷൻസ്, അല്ലെങ്കിൽ യു ക്യാൻ ബിൽഡ് എ കരിയർ. ബട്ട് ദീസ് ആർ ഓൾ തിയററ്റിക്കൽ തിങ്സ്. ഇന്ന് ഞാൻ ആൾക്കാരോട് ഒരു കാര്യമേ പറയാറുള്ളൂ, മൈ ലൈഫ് ഈസ് ദി ആൻസർ ടു ദാറ്റ്. കാരണം സോ ലെറ്റ് മീ കം ബാക്ക് ടു വാട്ട് ഐ ഡു റൈറ്റ് നൗ. ഇന്ന് ഞാൻ ഐ ലീഡ് എൻ ഇൻക്യുബേറ്റർ, ഒരു സ്റ്റാർട്ടപ്പ് ഇൻക്യുബേറ്റർ ലീഡ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ റോൾ. സോ ഇത് അടൽ ഇൻക്യുബേഷൻ സെൻറ്റർ IIIT കോട്ടയം എന്ന് പറയുന്നൊരു ഓർഗനൈസേഷനാണ്. സോ അടൽ ഇൻക്യുബേഷൻ സെൻറ്റർ കംസ് അണ്ടർ അടൽ ഇന്നോവേഷൻ മിഷൻ. ഇത് നീതി ആയോഗ് ഫണ്ട് ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ്, ഗവൺമെന്റിന്റെ. ലൈക്ക് ഇറ്റ്സ് എ ന്യൂ പ്ലാനിംഗ് കമ്മീഷൻ. നമ്മുടെ പഴയ പ്ലാനിംഗ് കമ്മീഷൻ ഡിസോൾവ് ചെയ്തിട്ടാണ് ഒരു നീതി ആയോഗ് എന്ന് പറയുന്ന ഒരു തിങ്ക് ടാങ്ക് ദ റീസെന്റ് ഗവൺമെന്റ് സെറ്റപ്പ് ചെയ്യുന്നത്. നീതി ആയോഗ് കുറേ പ്രോഗ്രാംസ് ഡ്രൈവ് ചെയ്യാറുണ്ട്. വൺ ഓഫ് ദ പ്രോഗ്രാംസ് ഐ ഡു ഇസ് അടൽ ഇന്നോവേഷൻ മിഷൻ. സോ അടൽ ഇന്നോവേഷൻ മിഷൻ ഹാസ് എസ്റ്റാബ്ലിഷ്ഡ് അറൌണ്ട് 100 AICs, അടൽ ഇൻക്യുബേഷൻ സെൻറ്റേഴ്സ് അക്രോസ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. IIIT കോട്ടയത്തിലുള്ള AIC ആണ് വൺ ഓഫ് ദ ഫസ്റ്റ് ഇൻക്യുബേറ്റേഴ്സ് ഇൻ AIC ഇൻ കേരള. ഇൻക്യുബേറ്റർ അല്ല, വൺ ഓഫ് ദ ഫസ്റ്റ് AIC ഇൻ കേരള. ഇപ്പം 2 പുതിയ ഇൻക്യുബേറ്റേഴ്സും കൂടെ കേരളത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള അപ്രൂവൽ വന്നിട്ടുണ്ട്. ഫംഗ്ഷനിങ് ആയിട്ടില്ല, ബട്ട് സൂൺ, വെരി സൂൺ ദേ വിൽ സ്റ്റാർട്ട് ഫംഗ്ഷനിങ് ആൻഡ് ഫുൾ ഫ്ലെഷ്ഡ് ഔട്ട്. So in a way, this is one of the first AICs in Kerala, and there's only 100 AICs. Okay, all over India, including the ഈ വർഷം അലോക്കേറ്റഡ് ആയിട്ടുള്ള, ഈ വർഷം എന്ന് വെച്ചാൽ 2023 അലോക്കേറ്റഡ് ആയിട്ടുള്ള ഇൻക്യുബേറ്റേഴ്സും കൂടെ എടുത്ത് there is only 100 AICs. I lead one of the AICs, one of those 100 AICs in India, and this is a very ambitious project of the central government. ഒരു 1,000 crore പ്രോജക്റ്റ് ആണ്. ഓവർ എ പീരീഡ് ഓഫ് 5 years ദേ ആർ ഇൻവെസ്റ്റിംഗ് 1,000 crores ടു ക്രിയേറ്റ് 100 AICs അക്രോസ് ഇന്ത്യ ടു എനേബിൾ സ്റ്റാർട്ടപ്സ്. ആ ഒരു റീജിയണിലെ സ്റ്റാർട്ടപ്സിനെ എനേബിൾ ചെയ്യുക എന്നുള്ളതാണ് ഫോക്കസ് ചെയ്യുന്നത്. ആ ഒരു റീജിയണിലെ അല്ലെങ്കിൽ ഓരോ AICs സെലക്ട് ചെയ്യുന്ന സ്പെസിഫിക് സെക്ടേഴ്സിലുള്ള സ്റ്റാർട്ടപ്സിനെ എനേബിൾ ചെയ്യുക എന്നുള്ളതാണ് പ്രോജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ്സ് എ മാസീവ് പ്രോജക്റ്റ്, ആൻഡ് ബീങ് വൺ ഓഫ് ദ 100 people in India is a proud moment. Yes, definitely. And to reach there, എനിക്ക് നേരത്തെ കുറേ ഇൻക്യുബേറ്റേഴ്സ് റണ്ണ് ചെയ്ത എക്സ്പീരിയൻസസോ അങ്ങനത്തെ കാര്യങ്ങൾ. നോർമലി ഹൗ യു ബിക്കം എ CEO ഓഫ് എൻ ഇൻക്യുബേറ്റർ ഇസ് യു പ്രോബ്ലി വിൽ സ്റ്റാർട്ട് ഓഫ് ആസ് എൻ അസോസിയേറ്റ് in some incubation space, maybe managing community, manage ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാർട്ടപ്സിനെ മാനേജ് ചെയ്യുന്നതായിരിക്കാം, or you might start off even as an assistant before that. Then after associate കഴിഞ്ഞിട്ട് you will go to a manager role or a junior manager റോളിലേക്ക് വരും. again പല ആക്ടിവിറ്റീസ് ഉണ്ട്, ലൈക്ക് സ്റ്റാർട്ടപ്സിനെ മാനേജ് ചെയ്യുക, ഇൻവെസ്റ്റ്മെൻറ്റ്സ് മാനേജ് ചെയ്യുക, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി മാനേജ് ചെയ്യുക, or even some administrations മാനേജ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ടാവും. So then junior manager in you go to a manager, then a senior manager,
ആൻഡ് ദെൻ മേ ബി സംടൈംസ് എ VP അല്ലെങ്കിൽ സം അതർ CXO ലെവൽ റോൾസ് ചിലപ്പോൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഹെഡ് ഓഫ് ഓപ്പറേഷൻസ്, ഹെഡ് ഓഫ് ഇൻക്യുബേഷൻ, അങ്ങനെയൊക്കെയുള്ള റോൾസിലേക്ക് പോവാം. ആൻഡ് ദെൻ ഫൈനലി യു റീച്ച് എ CEO. ദിസ് ഇസ് ആക്ച്വലി എ 8 to 9 year റോൾ, റൈറ്റ്? അതിലൊരു കരിയർ പാത്ത് അങ്ങനെയാണ് ഒരു ഇൻക്യുബേറ്ററിൽ വരാൻ ചാൻസ് ഉണ്ടാവുള്ളൂ. ബട്ട് ആ ഒരു ഡയറക്റ്റ് ഒരു സ്പിയർ ഹെഡ് ചെയ്യാൻ പറ്റിയതിൻ്റെ മെയിൻ റീസൺ ഐ ഹാവ് ബീൻ വോളണ്ടിയറിങ് വിത്ത് വേരിയസ് സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം ഓർഗനൈസേഷൻ ഫോർ ഓൾമോസ്റ്റ് 8 to 9 years. സോ ഈ ബാക്കിയുള്ളൊരു 8 to 9 years ഓരോ ചെറിയ ചെറിയ റോൾസിൽ നിന്ന് മുകളിലേക്ക് എത്തുന്നത് സംഹൗ ബിക്കോസ് ഓഫ് വോളണ്ടിയറിങ് എനിക്ക് ആ ഒരു എക്സ്പെർട്ടീസ് അക്വയർ ചെയ്യാനായിട്ട് സാധിച്ചു. സോ അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു റോളിലേക്ക് ഇമ്മീഡിയറ്റ്ലി ജമ്പ് ചെയ്യാൻ സാധിക്കുന്നത്. സോ ദാറ്റ്സ് ഡയറക്റ്റ് ബെനിഫിറ്റ് ഓഫ് വോളണ്ടിയറിങ്. സോ ഞാൻ വോളണ്ടിയർ ചെയ്യുന്ന സമയത്ത് കുറേ ആൾക്കാരും എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ പാർട്ട്നേഴ്സ് പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് എന്തിനാ വെറുതെ സമയങ്ങളെന്ന്. ബട്ട് ടുഡേ ദേ ആർ ഏറ്റവും സന്തോഷം അവർക്കാണ് ദാറ്റ് ഐ ഗോട്ട് ദിസ് റോൾ. അപ്പോൾ സോ ഐ തിങ്ക് ദർ ഇസ് എ ബെനിഫിറ്റ് ഫോർ വോളണ്ടിയറിങ്. ഇറ്റ്സ് ലൈക്ക് നമ്മൾ കാശ് കൊടുത്തിട്ട് നമുക്ക് MBA പഠിക്കാം, അല്ലെങ്കിൽ യു ക്യാൻ ഡു എനി കോഴ്സ്, അല്ലെ യു ക്യാൻ ഗിവ് മണി ആൻഡ് ലേൺ എനിത്തിങ്. ഈവൻ ഇൻക്യുബേഷൻ ഇന്ന് പഠിക്കാനും പല കോഴ്സസ് ഉണ്ട്. ലൈക്ക് ദർ ഇസ് MBA ഇൻ ഇന്നോവേഷൻ ആൻഡ് ഓൺടർപ്രണറിയൽ വെഞ്ചേഴ്സ് എന്ന് പറഞ്ഞ കോഴ്സസ് ഉണ്ട്. MSc MBA ഒക്കെ ഈ കോഴ്സസ് ഉണ്ട് സിമിലർലി ഇൻ ഇന്നോവേഷൻ ആൻഡ് ഓൺടർപ്രണർഷിപ്പ് വെഞ്ചേഴ്സ്. സോ യു ക്യാൻ ലേൺ ഇറ്റ് ആക്ച്വലി. പക്ഷേ ആ ഒരു നമ്മൾ അങ്ങോട്ട് പൈസ കൊടുത്ത് പഠിക്കുന്നതിന് പകരം നമ്മൾ അങ്ങോട്ടും പൈസ കൊടുക്കുന്നില്ല, ഇങ്ങോട്ടും പൈസ കിട്ടുന്നില്ല, ബട്ട് വി ആർ ലേണിംഗ് ഓൾമോസ്റ്റ് ദ സെയിം തിങ്. റൈറ്റ്. ലൈക്ക് ഞങ്ങളും ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ബിൽഡ് ചെയ്തിട്ടുണ്ട് Web3 കേരള. ഞങ്ങൾ കുറച്ച് Web3 സ്പെസിഫിക്കാണ്. ആ ഒരു ടെക്നോളജി പരമായിട്ട് അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ക്രിപ്റ്റോയിലേക്ക് ഇറങ്ങി ആ പാത്താണ് പിന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളും ഇതേപോലെ കുറേ അധികം വോളണ്ടിയർ ചെയ്യാറുണ്ട്. കാരണം കുറേ പ്രൊജക്ട്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വേണ്ടിയിട്ട്. ലൈക്ക് അപ്പോഴും എനിക്കിപ്പോൾ പറയാനായിട്ടൊരു പൊസിഷനായിട്ടില്ല, ഞാനിപ്പോൾ ആൾക്കാരോട് തിയററ്റിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. ബട്ട് ചെറിയ ചെറിയ ബെനിഫിറ്റ്സ് കിട്ടാറുണ്ട്. ഇപ്പോൾ എവിടെയെങ്കിലും പോയ റെക്കഗ്നിഷൻ നമുക്ക് അവിടെ ഉണ്ടാവും. ഓൾറെഡി നമുക്ക് അറിയാവുന്ന നല്ല വലിയ വലിയ ആളുകളുണ്ടാവും. അതെല്ലാം നമുക്ക് ഈ ഒരു വോളണ്ടിയറിംഗിൽ തന്നെ കിട്ടിയ ഇതാണ്. അപ്പോൾ ഐ ബിലീവ് ഇൻ ദാറ്റ്. സോ വൺ ഓഫ് ദ മേജർ ബെനിഫിറ്റ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഈസ് ഓൾസോ ഇപ്പം ഞാനൊരു ജോബാണ് ചെയ്യുന്നതെങ്കിൽ എപ്പോഴും ആൾക്കാരതിനെ ഒരു ഓക്കെ ഇറ്റ്സ് ഹിസ് ജോബ്, അതുകൊണ്ട് അയാളത് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ വോളണ്ടിയറിങ് ആയിരുന്നുകൊണ്ട് കുറേ ആൾക്കാർക്ക് ഇത് ലൈക്ക് ഒരു ഗിവിങ് മെൻറ്റാലിറ്റി അല്ലെങ്കിൽ ഒരു പേയിങ് ഇറ്റ് ഫോർവേഡ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ്. സോ ഇൻഫാക്ട് ഹെഡ് സ്റ്റാർട്ടിൻ്റെ ഒരു കൺസെപ്റ്റ് തന്നെ പേയിങ് ഇറ്റ് ഫോർവേഡ് എന്നുള്ളതാണ്. ലൈക്ക് വി ഓൾ ടെൽ വോളണ്ടിയേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ മെൻറ്റേഴ്സ്, ഈവൻ സ്പീക്കേഴ്സ് പ്രൊബോണോ ആയിട്ടാണ് എല്ലാവരും വരാറുള്ളത്. സോ ഓൾ ഓഫ് ദം ഇതെല്ലാം ബേസ് ചെയ്തിരുന്ന കൺസെപ്റ്റ് പേ ഇറ്റ് ഫോർവേഡ് എന്നാണ്. ലൈക്ക് യു ഗിവ് ടുഡേ യു വിൽ ഗെറ്റ് ദ ബെനിഫിറ്റ് ലേറ്റർ ഓൺ എപ്പോഴെങ്കിലും. സോ ഡെഫിനറ്റ്ലി വോളണ്ടിയറിങ് ഹാസ് എ ലോട്ട് ഓഫ് ബെനിഫിറ്റ്. നെറ്റ്വർക്ക്, ഹ്യൂജ് നെറ്റ്വർക്ക് അറ്റ് എ വെരി യങ് ഏജ്. പിന്നെ ഡെഫിനറ്റ്ലി എക്സ്പോഷർ, പല ലെവലിലുള്ള കാര്യങ്ങളിലേക്കുള്ള എക്സ്പോഷർ, നോളജ്, പിന്നെ ഐഡൻറ്റിഫൈങ് എ ലോട്ട് ഓഫ് ഗുഡ് മെൻറ്റേഴ്സ്. നമ്മുടെ ലൈഫിൽ എപ്പോഴും നമുക്ക് സക്സസ്ഫുൾ ആവാൻ കുറേ നല്ല മെൻറ്റേഴ്സ് ആവശ്യമുണ്ട്. സോ മെൻറ്റേഴ്സ് എന്ന് ഞാൻ പറയുന്നൊരു നമ്മളെക്കാൾ ഒരു 10-15 വർഷം പ്രായമുള്ള ആളാണെന്നല്ല ഞാൻ പറയുന്നത്. ദിസ് കുഡ് ബി നമ്മുടെ പ്രായത്തിൽ തന്നെയുള്ള ആൾക്കാർ, ബട്ട് ഹു ഹാസ് എ ഡൈവേഴ്സ് എക്സ്പീരിയൻസ്. സോ ദേ കുഡ് ഹെൽപ്പ് യു ചില സമയങ്ങളിൽ. അപ്പോൾ വോളണ്ടിയറിങ് ഓപ്പൺസ് അപ്പ് ദോസ് കൈൻഡ് ഓഫ് തിങ്സ്. പിന്നെ എസ്പെഷ്യലി വിത്ത് ഹെഡ് സ്റ്റാർട്ട് വോളണ്ടിയറിങ് എനിക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ് വാസ്റ്റ് നെറ്റ്വർക്ക്. ബിക്കോസ് ഓഫ് ദി ഓർഗനൈസേഷൻ ഇന്ന് ഹെഡ് സ്റ്റാർട്ട് ഒരു 25 cities പ്രസൻസ് ഉണ്ട്. സോ ഇൻ ഇന്ത്യ ഇഫ് ഐ ഗോ ടു എനി സിറ്റി, എനിക്ക് ആക്ച്വലി താമസിക്കാൻ ഒരു സ്ഥലമുണ്ട്. സോ ദാറ്റ് ഈസ് നോട്ട് ജസ്റ്റ് കണക്ഷൻസ്. ലൈക്ക് ഒരു ദിവസം പോയി കിടന്നുറങ്ങണമെങ്കിൽ എനിക്ക് ഇന്ത്യയിൽ ഒരു ഓൾമോസ്റ്റ് 25 cities എനിക്ക് ഇന്ന് ഒരു സോഫയെങ്കിലും കിട്ടും മിനിമം. സോ ദാറ്റ് നെറ്റ്വർക്ക് ഈസ് വെരി പവർഫുൾ. അപ്പോൾ ഇതൊക്കെയാണ് ഐ ബിലീവ് വോളണ്ടിയറിങ് ഹാസ് ഗിവൺ. And that's where my life also changed. So I was a marketing person. I mean, there's ഒത്തിരി മാർക്കറ്റിംഗ് പേഴ്സൺസ് ഇന്ന് ഇന്ത്യയിലുണ്ട്. ഐ എം നോട്ട് ഒരു ഫാൻസി മാർക്കറ്റർ ഒന്നുമല്ല. സോ ദെയർസ് ലോട്ട് ഓഫ് പീപ്പിൾ ഡൂയിങ് മാർക്കറ്റിംഗ്. കേരളത്തിലും കൊച്ചിയിൽ തന്നെ ഇഷ്ടംമാതിരി ആൾക്കാരുണ്ട് ഫോർ ഡൂയിങ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓർ നമ്മളെപ്പോലെ തന്നെയുള്ള ബൊട്ടീക്ക് ഫേംസ് റൺ ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ബട്ട് ഫ്രം ദെയർ ഒരു ട്രജക്ടറി ബിൽഡ് ചെയ്യാൻ സാധിച്ചത് ആ ഒരു വോളണ്ടിയറിങ്ങിൽ കിട്ടിയ എക്സ്പോജറും കാര്യങ്ങൾ. സോ ദാറ്റ്സ് ഫ്രം വെയർ ഐ ട്രാൻസ്ഫോം ഫ്രം ഒരു മാർക്കറ്റിംഗ് പ്രൊഫഷണലിൽ നിന്ന് ഒരു സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം എനേബിളർ എന്നുള്ള ഒരു റോളിലേക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ സാധിച്ചത് ഈസ് ബിക്കോസ് ഓഫ് ദിസ് 8-9 years of volunteering. Okay, nice.
സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം എന്നെ കുറ്റി പറഞ്ഞപ്പോഴാണ് ഈ അടുത്ത് എല്ലാവരും സംസാരിച്ചപ്പോഴും പറഞ്ഞത് നമ്മുടെ കേരളത്തിൽ പൊതുവേ ഗിവിങ് മെൻറ്റാലിറ്റി കുറവാണെന്ന് പറഞ്ഞായിരുന്നു. മീൻസ് പൊതുവെ ബാക്കിയുള്ള സ്ഥലങ്ങൾ വെച്ച് നോക്കും. കാരണം ഇപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം വളരുന്നുണ്ടെങ്കിൽ ലൈക്ക് ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാതെ നമുക്ക് കുറേ അധികം കൊടുക്കാനായിട്ട് ഇതാണ്. ഇപ്പോൾ എനിക്കൊരാൾ അറിയാമെന്നുണ്ടെങ്കിൽ എനിക്ക് അയാളെ പരിചയപ്പെടുത്താൻ പറ്റണം വിത്തൗട്ട് അവിടെ കമ്മീഷനോ അല്ലെന്നുണ്ടെങ്കിൽ എന്തോ പ്രോഫിറ്റോ ഒന്നും മനസ്സിൽ കരുതാണ്ട്. ആ ഒരു മെൻറ്റാലിറ്റി വളരെ കുറവാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേരളത്തിലുള്ള ആൾക്കാർക്ക്. ബട്ട് അത് ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുണ്ട്. എനിക്കൊന്നും KCO വന്നേ പിന്നെയാണ് കേരളത്തിൽ ആ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം നല്ലപോലെ വളർന്നതെന്ന് തോന്നുന്നു. കേരള ഗിവിങ് മെൻറ്റാലിറ്റി സോ എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഐ തിങ്ക് കേരളത്തിലാണെങ്കിലും പീപ്പിൾ ആർ റിയലി ഹെൽപ്ഫുൾ. ഇപ്പം നമ്മൾ ഞാൻ ഹെഡ് സ്റ്റാർട്ടിന് വേണ്ടി വോളണ്ടിയർ ചെയ്യാന്ന് പറയുമ്പോൾ ബേസിക്കലി നമ്മൾ ചെയ്യുന്നത് വി ആർ ഫെസിലിറ്റേറ്റിംഗ് വേരിയസ് തിങ്സ് ഫോർ സ്റ്റാർട്ടപ്സ്. അത് ചിലപ്പം സ്റ്റാർട്ടപ്സിനുള്ള ഇൻവെസ്റ്റേഴ്സിനെ കണക്ട് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ മേ ബി ഒരു ടെക്നോളജി എവിടെയെങ്കിലും അവർ സ്റ്റക്കായിരിക്കും, സോ അതിന് വേണ്ടി ഒരാളെ കണക്ട് ചെയ്യുക. അപ്പോൾ ലോട്ട് ഓഫ് ഈവൻ നോൺ ഫൗണ്ടേഴ്സ് ആയിട്ടുള്ള എന്നാൽ സ്റ്റാർട്ടപ്സിലൊക്കെ വർക്ക് ചെയ്യുന്ന സീനിയർ ആയിട്ടുള്ള ആൾക്കാരൊക്കെ പലപ്പോഴും ദേ ഹവ് കം ഇതുപോലെ വെരി യുനോ ലൈക്ക് ഈവനിങ്സ്, ഇതുപോലത്തെ ഈവനിങ്സിൽ ദേ ഹവ് കം സിറ്റ് ഡൗൺ വിത്ത് സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ്, ഹെൽപ്പ് ദം ഔട്ട്, അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാറുണ്ട്, അവരുടെ ലേണിങ്സ് മിസ്റ്റേക്സ് ഷെയർ ചെയ്യാറുണ്ട്. സോ ദിസ് ഈസ് ഓൾ ഗിവിങ് അല്ലേ. എല്ലാവർക്കും ഗിവിങ് ഡസൻ മീൻ എന്തെങ്കിലും പൈസ കൊടുക്കണമെന്നല്ലോ. ഈവൻ യുവർ എക്സ്പീരിയൻസ്, യു ആർ ഷെയറിങ് യുവർ എക്സ്പീരിയൻസ് ആൻഡ് മിസ്റ്റേക്സ് ഈസ് ഗിവിങ്. അത് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരെ I know personally at least 500 to 1,000 people who are doing that in Kerala today. പിന്നെ വേരിയിങ് ഡിഗ്രീസ് ഓഫ് ഗിവിങ് ഉണ്ടാവും നാച്ചുറലി, ബിക്കോസ് അവരുടെ ലിമിറ്റേഷൻസ് അനുസരിച്ചായിരിക്കും. ചില ഇപ്പം വി ഹാവ് വോളണ്ടിയേഴ്സ് ഇൻ ഹെഡ് സ്റ്റാർട്ട് കേരള ഹു ആർ വർക്കിംഗ് പ്രൊഫഷണൽസ്. അപ്പോൾ അവർ ഒരു 9 o'clock അല്ലെങ്കിൽ ഒരു 8 o'clock വീട്ടിൽ നിന്ന് ഇറങ്ങി വൈകിട്ട് 7 മണി 8 മണി വരെ അവർ അവരുടെ ഡേ ജോബിലാണ്. അപ്പോൾ ഡേ ജോബിൽ നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ അവർക്ക് ഇറങ്ങിപ്പോയി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കില്ലായിരിക്കും. അവർക്കൊരു കമ്മിറ്റ്മെൻറ്റ് അവിടെയുണ്ട്. സോ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് ആഫ്റ്റർ വർക്ക് ആയിരിക്കും. ബട്ട് ദേ ആർ ഡൂയിങ് ഇറ്റ് ആഫ്റ്റർ വർക്ക്. ചിലപ്പോൾ ദേ വിൽ സ്പെൻഡ് ഓൺലി ഹാഫ് ആൻ അവർ അല്ലെ 1 hour. പക്ഷെ അതവർ ചെയ്യുന്നുണ്ട്. വേറൊരാൾക്ക് ഒരു ഓൺടർപ്രണർ ആയിട്ടുള്ള ഒരാൾ ഹു ഇസ് ഓൾസോ എ വോളണ്ടിയർ അറ്റ് ഹെഡ് സ്റ്റാർട്ട്, പുള്ളിക്ക് എപ്പോൾ വേണമെങ്കിലും ഇറങ്ങാമല്ലോ, ലൈക്ക് ഇറ്റ്സ് ഓൺ ഫേം. അപ്പോൾ ഇപ്പോൾ രാവിലെ ഒരു മീറ്റിങ്ങിനോ അല്ലെങ്കിൽ ആരെങ്കിലും കാണാൻ പോകണമെങ്കിലോ പല കാര്യങ്ങൾക്ക് വേണ്ടി പുള്ളിക്ക് ഇറങ്ങാം. പുള്ളി ഈസ് നോട്ട് ആൻസറബിൾ ടു എനിവൺ. സോ ചിലപ്പോൾ പുള്ളി സ്പെൻഡ് ചെയ്യുന്ന ടൈം കൂടുതലായിരിക്കും. ബട്ട് ഈ വേരിയിങ് ഡിഗ്രീസ് ഓഫ് ഗിവിങ് ഉണ്ട്. പക്ഷേ ഓൾ പീപ്പിൾ ആർ ഒരു എസ്പെഷ്യലി ന്യൂ ജനറേഷൻ ഇസ് അങ്ങനെ വളരെ സെൽഫിഷാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞ കുറച്ചധികം വർഷങ്ങൾക്ക് മുന്നേ ഇങ്ങനെയായിരുന്നു, ബട്ട് ഇറ്റ് ഈസ് ചേഞ്ചിങ് എന്നാണ് പുള്ളി പറഞ്ഞത്. ആൻഡ് പുള്ളി മെൻഷൻ ചെയ്തൊരു കാര്യം KCO എൻ്റെ അടുത്ത് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ കുറേ ഈ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കുറേ കാര്യങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. യെസ് ഡെഫിനറ്റ്ലി. സോ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ വൺ ഓഫ് ദി ഒരു actually Head Start was here before Kerala Startup Mission. We started in 2012 in Kerala. അതിന് മുമ്പ് സ്റ്റാർട്ടപ്പ് വില്ലേജ് ഉണ്ടായിരുന്നു ബിഫോർ കേസം. ഈവൻ ടൈ കേരള വാസ് ദെയർ. സോ വേരിയസ് ഓർഗനൈസേഷൻസ് ഉണ്ടായിട്ടുണ്ട്. എന്താണ് കേസം വന്നപ്പോൾ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആങ്കർ പോയിന്റ് എവിടെയോ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. ലൈക്ക് ഇൻ ടേംസ് ലൈക്ക് കുറേ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് കിടന്നിരുന്ന കുറേ സാധനങ്ങൾ, ബിക്കോസ് ഇറ്റ് ഈസ് എ ഗവൺമെൻറ് എൻറ്റിറ്റി. ആ ഗവൺമെൻറ് എൻറ്റിറ്റിയുടെ ഒരു രാജ്യം എടുത്ത ആ രാജ്യത്തെ റിച്ചസ്റ്റ് ഓർഗനൈസേഷൻ ഈസ് ഓൾവേസ് ദ ഗവൺമെൻറ്, റൈറ്റ്? ഒരു ഓൾ ഓർഗനൈസേഷൻസ് കമ്പയർ റിച്ചസ്റ്റ് ഈസ് ഓൾവേസ് ഗോയിങ് ടു ബി ദ ഗവൺമെൻറ്. അപ്പോൾ നാച്ചുറലി വെൻ ഗവൺമെൻറ് ഡിസൈഡ്സ് ഞങ്ങൾ ഒരു കാര്യം ചെയ്യും, ഇറ്റ്സ് എൻ എൻറ്റയർലി ഡിഫറെൻറ്റ് approach, but governments have to decide, right? That's a difference. ഇന്നിപ്പം across the 29 states സ്റ്റാർട്ടപ്പ് മിഷൻസ് ഉണ്ട്. വെദർ സ്റ്റാർട്ടപ്പ് പ്രൊമോഷൻ സെല്ലെന്നോ പല പേരിലാണ് അറിയപ്പെടുന്നതെങ്കിലും സോ കോൾഡ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ പോലെയുള്ള ഓർഗനൈസേഷൻസ് അക്രോസ് ദ കൺട്രി ഉണ്ട്. ബട്ട് ദ സിൻസിയറിറ്റി വിത്ത് വിച്ച് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ചെയ്യുന്ന ആ ഒരു സിൻസിയറിറ്റിയിലാണോ എല്ലാവരും ചെയ്യുന്നതെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഉണ്ടാവാം. സോ ആ സിൻസിയറിറ്റി ആണ് വാട്ട് ക്രിയേറ്റഡ് ദ എഫക്റ്റ്. ആൻഡ് ഓഫ് കോഴ്സ് ബീങ് പയനിയേഴ്സ് ഓൾസോ മാറ്റേഴ്സ്. അതായത് ഒരു 2014-15 വി ഹാഡ്, ഈവൻ ബിഫോർ 2014 വി ഹാഡ് എ സ്റ്റാർട്ടപ്പ് പോളിസി. ഈവൻ ബിഫോർ കർണാടകയ്ക്ക് ഒരു ബീങ് ദ ബാംഗ്ലൂർ സ്റ്റാർട്ടപ്പ് ഹബ് ആയിട്ട് പോലും
കേരളത്തിലൊരു സ്റ്റാർട്ടപ്പ് പോളിസി എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷമാണ് കർണാടക ഒരു സ്റ്റാർട്ടപ്പ് പോളിസി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. സോ ഇൻ എ വേ കേരള ഈസ് എ പയനിയർ ഇൻ സ്റ്റാർട്ടപ്പ് പോളിസീസ്. നമ്മൾ പല സ്റ്റേറ്റ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്റ്റാർട്ടപ്പ് മിഷൻ ഹാസ് സംതിങ് കോൾഡ് ഐഡിയ ഗ്രാൻറ്റ്, ഐഡിയ ആൻഡ് ഇന്നോവേഷൻ ഗ്രാൻഡ് എന്ന് പറഞ്ഞ് ഐ തിങ്ക് ഫ്രം 3 lakhs തൊട്ട് 15 lakhs വരെ ഫണ്ട് ചെയ്യുന്നതാണ്. വെരി ഫ്യൂ സ്റ്റാർട്ടപ്പ് മിഷൻസ് ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ഈ ഒരു പോളിസി വളരെ ഫ്യൂ ആൾക്കാർക്കേ ഉള്ളൂ. നല്ലൊരു ഗുഡ് ഐഡിയ ആണുള്ളത്. കാരണം ഐഡിയ ആയിട്ട് വരുന്ന ആൾക്കാർക്ക് അതെ ഒരു ഇനീഷ്യൽ ഒരു 3 lakhs rupees ഓഫ് ഫണ്ട് ഭയങ്കര യൂസ്ഫുൾ ആണ്. വേറെ പല ഓർഗനൈസേഷൻസിലും അങ്ങനെ ഒരു അവൈലബിലിറ്റി ഓഫ് ഫണ്ട് തന്നെ ഇല്ല. അപ്പോൾ ഇതൊക്കെ അപ്പോൾ ഇങ്ങനെയുള്ള കുറേ പോളിസീസ് ആക്ച്വലി ഹെൽപ്ഡ് ബിൽഡ് ദാറ്റ് എക്കോസിസ്റ്റം. അപ്പോൾ കുറേ ആൾക്കാർ ഐഡിയ ഉള്ള ആൾക്കാർക്ക് ഐ തിങ്ക് ഓൾമോസ്റ്റ് 490 crores or something, അതോ 490 സ്റ്റാർട്ടപ്സ് ആണ്, ഐ ഫോർഗോട്ട് ദ നമ്പർ. അത്രയും സ്റ്റാർട്ടപ്സിനെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ആ ഗ്രാൻഡ് വഴി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നോട്ട് ഇൻക്യുബേഷൻ, ആ സ്പെസിഫിക്കലി ഗ്രാൻഡ് വഴി മാത്രം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതൊക്കെ ഇറ്റ് ഹാസ് ഓൾ ഹെൽപ്ഡ് ഇൻ ക്രിയേറ്റിംഗ് ദാറ്റ് എക്കോസിസ്റ്റം. അപ്പോൾ ഇത് പണ്ട് ഉണ്ടായിരുന്നില്ല. 2012 pre-2012 ഒന്നും ഓർഗനൈസേഷൻ ടു സപ്പോർട്ട് സ്റ്റാർട്ടപ്സ് other than these kind of communities. Head Start കുറേ നാളായിട്ട് ഈ ഒരു സ്പേസിലുള്ളതാണെന്ന് തോന്നുന്നു. So Head Start ഇന്ത്യയിലെ one of the oldest organizations ആണ്. We started in 2007. ബാംഗ്ലൂർ, അഹമ്മദാബാദ്, മുംബൈ, ഡൽഹി ഒക്കെയാണ് ഇനീഷ്യൽ ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നത്. 2012 കൊച്ചി ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ തുടങ്ങി അല്ലല്ല, ഞാനൊരു 2015 ഒക്കെ ആകുമ്പോഴാണ്. സോ ഐ യൂസ് ടു അറ്റൻഡ് 2012 തൊട്ട് അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു. ഒരു ഫുൾ ഓൺ വോളണ്ടിയർ ആയിട്ട് ഞാൻ 2015 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. സോ ഇപ്പോൾ സ്പെസിഫിക്കലി ഇപ്പോൾ AIC IIITKയുടെ CEO ആയിട്ട് വർക്ക് ചെയ്യുക, എന്താണ് ചലഞ്ചസ് അല്ലെന്നുണ്ടെങ്കിൽ അവിടെ ഫേസ് ചെയ്യുന്ന, എന്നുണ്ടെങ്കിൽ ഹൗ ഡു യു സോൾവ്, ഹൗ ഡു യു മാനേജ് ഓൾ ദീസ് തിങ്സ്? So of course there is always going to be a mismatch between what we plan and what we achieve. Right. നമുക്കൊരു ഗോൾസ് ഉണ്ടാവും, ലൈക്ക് ഈ ക്വാർട്ടറിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യണം, സം നമ്പേഴ്സ്, റൈറ്റ്. ഇപ്പം ചിലപ്പം ഫോർ ആൻ ഇൻക്യുബേറ്റർ ചിലപ്പോൾ അത് ഇത്ര സ്റ്റാർട്ടപ്സിനെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ഇത്രയും കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് ഇവൻറ്റ്സ് ചെയ്യണം എന്നുള്ളതായിരിക്കാം. സോ വേരിയസ് തിങ്സ്. അല്ലെങ്കിൽ ആസ് എൻ ഓർഗനൈസേഷൻ വി ഹാവ് വേരിയസ് ഗോൾസ്. ആ ഗോൾസ് മോസ്റ്റ് കേസസ് അതിൻ്റെ ഒരു അച്ചീവ്മെൻറ്റ് വിൽ നോട്ട് ബി 100%. Some specific goals ചിലപ്പോൾ 100% മുകളിലും പോകാറുണ്ട്. ബട്ട് ഓവറോൾ ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ് ഓൾവേസ് ദ ഗോൾ അച്ചീവ്മെൻറ്റ് വിൽ ബി ലെസർ. സോ ദിസ് ഇസ് നോട്ട് സ്പെസിഫിക്കലി ഈ ഒരു ഓർഗനൈസേഷൻ്റെ ചലഞ്ച് അല്ല. ഐ തിങ്ക് ഓൾ ഓർഗനൈസേഷൻസ് ഹാവ് ദാറ്റ് ചലഞ്ച്. അപ്പോൾ ചലഞ്ച് ഇസ് ദാറ്റ് നമ്മൾ ആസ്പയർ ചെയ്യുന്ന ഗോൾസും നമ്മൾ അച്ചീവ് ചെയ്യുന്ന ഗോൾസും തമ്മിലൊരു ഡിഫറൻസ് ഉണ്ടാവും. ആ ഡിഫറൻസ് കുറയ്ക്കുക എന്നുള്ളതാണ് എൻ്റെ ജോലി. എങ്ങനെ കുറയ്ക്കാം? ഇതെന്തുകൊണ്ടായിരിക്കും മേജർലി ചിലപ്പോൾ നമ്മൾ വെച്ചേക്കുന്ന ഗോൾസ് അൺഅച്ചീവബിൾ ആയിട്ട് വെക്കുന്നത് കൊണ്ടാണ്? സോ യെസ്, അൺഅച്ചീവബിൾ ഗോൾസ് വെച്ചാൽ ഒരിക്കലും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. ദെൻ അല്ല, ഇത് ഞാൻ പറഞ്ഞില്ലേ. സോ ലൈക്ക് ഇപ്പം നമ്മുടെ ടാർഗറ്റ് 100 ആണെങ്കിൽ ഇഫ് യു ആർ അച്ചീവിങ് 80 ദാറ്റ് ഈസ് ഗുഡ് ഇനഫ് ഇൻ ദ റിയൽ വേൾഡ്, റൈറ്റ്. ബട്ട് ഇഫ് യു ആർ അച്ചീവിങ് 50 or 40 then there is a problem. അവിടെ എന്തോ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. അത് ചിലപ്പം അവിടെയാണ് ദെൻ ഫസ്റ്റ് തിങ് വി വിൽ ചെക്ക്, ഈ 100 എന്ന് പറയുന്നത് അച്ചീവബിൾ ആയിരുന്നോ എന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. ഓഫ് കോഴ്സ് സെക്കൻഡ് തിങ് ഇസ് ഈ 100 അച്ചീവ് ചെയ്യാനുള്ള റിസോഴ്സസ് നമ്മുടെ കയ്യിലുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടി വരും. ഈ 100 അച്ചീവ് ചെയ്യാനുള്ള സമയം ഇത് മതിയായിരുന്നോ എന്ന് അടുത്ത് ചെക്ക് ചെയ്യേണ്ടി വരും. സോ ലോട്ട് ഓഫ് ദീസ് തിങ്സ് നമ്മൾ ഈ സ്മാർട്ട് ഗോൾസ് എന്നൊക്കെ പറയുന്ന പോലെ. സോ ഓഫ് കോഴ്സ് ഗോൾസ് ടുഡേ ആർ സ്പെസിഫിക് മോസ്റ്റ്ലി. പക്ഷേ അത് അച്ചീവബിൾ ആണോ, അത് റിയലിസ്റ്റിക് ആണോ, അതിൻ്റെ ഒരു ടൈം ലൈൻസ് ഓക്കെ ആണോ? ചിലപ്പോൾ ടു അച്ചീവ് സംതിങ് 3 മാസം പോരായിരിക്കും, 6 മാസം വേണ്ടി വരുമായിരിക്കും ഇൻ ദ റിയൽ വേൾഡ്. ഓൺ പേപ്പർ ചിലപ്പോൾ പോസിബിൾ ആയിരിക്കും. ഒരു എക്സൽ ഷീറ്റിൽ യു ക്യാൻ ഒരു ഫോർമുലേക്ക് ഇട്ട് കഴിഞ്ഞാൽ യു ക്യാൻ ഈസിലി ഷോ പ്രോഗ്രസ്, ഗ്രോത്ത് ഒക്കെ കാണിക്കാൻ പറ്റും. ബട്ട് ഇൻ ദ റിയൽ വേൾഡ് ക്യാൻ ഇറ്റ് ബി അച്ചീവ്ഡ് ഈസ് എ ക്വസ്റ്റ്യൻ. സോ ഇഫ് യു ക്യാൻ then you should achieve it. പിന്നെ of course leaders always tend to ഇപ്പം like if you want to achieve 100 and you put the goal as 100, then you normally would end up achieving only 80. So 100 എത്തില്ല. So if you need to achieve 100 you should put a goal of 150.
അപ്പോൾ യു പുഷ് യുവർ സെൽഫ് എ ലിറ്റിൽ ബിറ്റ്. ഓഫ് കോഴ്സ് ഈ 150ക്ക് വരാൻ 1000 ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം നമ്മൾ ബേൺ ഔട്ട് ആയി പോവുകയും ചെയ്യും. ദാറ്റ്സ് ഓൾസോ നോട്ട് ഗുഡ് അല്ലേ. കാരണം ഒരിക്കലും ഒരു മോട്ടിവേറ്റഡ് ടീം ഉണ്ടാവില്ല. സോ ലൈക്ക് യു ആർ പുട്ടിങ് വേരിയസ് ഗോൾസ് അല്ലേ. ഇപ്പോൾ ഈ ആഴ്ച ഇത്രയും കാര്യങ്ങൾ ചെയ്യണം, ഈ ആഴ്ച ഒരു 20 കാര്യം ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. ബട്ട് ദ ടീമിന് ചെയ്യാൻ ആകെ 10 കാര്യമേ ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് യു ആർ ഓൾവേസ് പുട്ടിങ് 20, ദേ വിൽ ഓൾവേസ് ഫീൽ അണ്ടർ പെർഫോമിങ്. അപ്പോൾ കൺസിസ്റ്റൻ്റ്ലി അണ്ടർ പെർഫോം ചെയ്യുമ്പോൾ ടീമിന് തന്നെ തോന്നും വി ആർ നോട്ട് ഗുഡ് ഇനഫ്. അപ്പോൾ ദെൻ യു നീഡ് ടു റീതിങ്ക് ഇത് ഒരു ഇസ് ഇറ്റ് അച്ചീവബിൾ, ഇതിനുള്ള സമയമുണ്ടോ, ഓർ ഇസ് ദർ ടു മെനി തിങ്സ് ബീങ് ഹാൻഡിൽഡ്. അതും ചിലപ്പോൾ ചലഞ്ച് ആയിരിക്കാം. ചിലപ്പോൾ യു ഹാവ് ലിമിറ്റഡ് റിസോഴ്സസ്, ചിലപ്പോൾ 5 പേരെ ഉണ്ടാവുള്ളൂ ടീമിൽ, ആൻഡ് 10 പേർക്ക് എടുക്കാനുള്ള പണിയായിട്ടാണ് നമ്മൾ വരുന്നതെങ്കിൽ ഇറ്റ് മൈ നോട്ട് ബി പോസിബിൾ. സോ ഡെഫിനറ്റ്ലി most like any organization, this is one of the challenges today. And again ഞാൻ പറഞ്ഞില്ലേ, like initially people management was a challenge. So ഇപ്പോൾ I am trying to come out of it. അത് it's still a work in progress. ഞാൻ completely achieve എന്ന് പറയുന്നത്, but it's still a work in progress. Few things നമ്മൾ try out ചെയ്യുന്ന കാര്യങ്ങൾ we are seeing results. പിന്നെ especially see as a ടൈറ്റിൽ വിട്ടോളൂ, വെദർ CEOs ഓർ CXO whatever ടൈറ്റിൽ ആണെങ്കിലും, somebody in a leadership position, അവരുടെ മെയിൻ റോൾ ഈസ് ടു ബിൽഡ് വിഷൻ ആൻഡ് സ്ട്രാറ്റജി. അതായത് ഈ ഓർഗനൈസേഷൻ ഈ വർഷം എന്താണ് അച്ചീവ് ചെയ്യേണ്ടത്, ദാറ്റ് വിഷൻ ഈസ് ദ റോൾ ഓഫ് എ ലീഡർ. അതിപ്പം ഇഫ് ഐ ആം ദ CEO, സോ ഐ ലുക്ക് ഫോർ ദി ഓർഗനൈസേഷൻ. ഇപ്പം ഇഫ് യു ആർ ദ ഹെഡ് ഓഫ് മാർക്കറ്റിംഗ്, ദാറ്റ്സ് യുവർ വിഷൻ ഫോർ യുവർ മാർക്കറ്റിംഗ് ടീം. അപ്പോൾ എല്ലാ ലീഡേഴ്സിനും ഒരു വിഷൻ ഉണ്ടായിരിക്കണം. അത് വാട്ട് എവർ റോൾ ആണെങ്കിലും, ഇറസ്പെക്റ്റീവ് ഓഫ് സോ ഫസ്റ്റ് ഓഫ് ഓൾ സ്ട്രാറ്റജി, വിഷൻ, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളാണ്. വിഷൻ ഈസ് ഗുഡ്, ബട്ട് ദെൻ ഹൗ ഡു യു അച്ചീവ് ഇറ്റ്, ദാറ്റ്സ് വെയർ ദ സ്ട്രാറ്റജി കംസ് ഇൻ. സോ വിത്തൗട്ട് എ സ്ട്രാറ്റജി, വിഷൻ വിൽ ഓൾവേസ് റിമെയിൻ എ ഡ്രീം, ഇറ്റ് വിൽ നെവർ ബിക്കം എ ഗോൾ. അപ്പോൾ ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ യു നീഡ് സം ക്ലിയർ കട്ട് സ്ട്രാറ്റജീസ്. ഓക്കെ, ഇപ്പം ഇഫ് യു ഹാവ് ടു ലൈക്ക് ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് സേ 1 CR സെയിൽസ് ടേൺ ഓവർ ആണ് നിങ്ങൾ ഈ വർഷം എക്സ്പെക്ട് ചെയ്യുന്നത് ഫ്രം എ കമ്പനി, ഹൗ വിൽ യു അച്ചീവ് ദാറ്റ്? അതൊരു ക്വസ്റ്റൻ ആണ്. യു നീഡ് എ സ്ട്രാറ്റജി, റൈറ്റ്? ആൻഡ് സ്ട്രാറ്റജി നീഡ്സ് ടു ബി ഡീറ്റെയിൽഡ്. അല്ലാതെ വി വിൽ ഇംപ്രൂവ് സെയിൽസ് എന്ന് എഴുതിയിട്ട് കാര്യമില്ല. സ്പെസിഫിക് നമ്പേഴ്സ്. It needs to be more numbers അല്ല, more actionable strategies. Right? അപ്പോൾ maybe we will expand to 3 new cities ആയിരിക്കും, അല്ലെങ്കിൽ we will add we will expand the sales team, or we will improve on marketing spend. So some strategies which can eventually get you to that vision of maybe X amount of sales. So setting the vision, setting the strategies, and then properly enabling the team to achieve all of these things. ഇതാണ് any leader's role at the end of the day. അത് whether I am a CEO or not, or if I am leading just a small department, you should take the responsibility. ഇതാണ് അതിൻ്റെ ഒരു overall structure. പിന്നെ for a leader, what I think is, I call it the leadership triangle today. So the first thing is definitely strategy. So if you don't have a strategy, you cannot guide your team. എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല. So your strategy is like your guiding weapon, right? But just because of strategy you cannot succeed. So next thing is you need to be a good operator. ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ലൈക്ക് ഇപ്പോൾ ഒരു മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ആളെന്താ ചെയ്യുന്നത്, അയാൾ കറക്റ്റായിട്ട് സ്വിച്ച് ഇടും, കറക്റ്റായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ടെമ്പറേച്ചർ ലെവലുണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യും, വാട്ടെവർ ഇറ്റ് ഈസ്, റൈറ്റ്? ഇത് ഓരോന്നും കറക്റ്റ് സമയത്ത് ചെയ്യേണ്ടത് സമയത്ത് ചെയ്താലേ ഉള്ളൂ ആ മെഷീൻ ഔട്ട്പുട്ട് വരുള്ളൂ. സോ യുവർ ഓർഗനൈസേഷൻ ഈസ് ലൈക്ക് എ മെഷീൻ. സോ സംടൈംസ് യു നീഡ് ടു ഗീവ് എ ഫൺ ഫ്രീ ടൈം ടു യുവർ എംപ്ലോയീസ്. ചിലപ്പോൾ ഒരു ടീം ഔട്ടിംഗ് ഒക്കെ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ യു നീഡ് ടു ബി ലിറ്റിൽ സ്ട്രിക്റ്റ് വിത്ത് ദം. ചിലപ്പോൾ യു നീഡ് ടു സിറ്റ് ഡൗൺ ആൻഡ് ഇവാലുവേറ്റ് എവിടെ എന്താ കാര്യങ്ങൾ പോകുന്നത്. സോ ദാറ്റ്സ് കോൾഡ് ആൻ ഓപ്പറേറ്റർ. യു ആർ നോട്ട് ഡൂയിങ് ദ ടാസ്ക്, പക്ഷേ ടാസ്ക് ചെയ്യുന്ന കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരാളായിരിക്കും നിങ്ങൾ. അപ്പോൾ യു നീഡ് ടു ഡെലിഗേറ്റ് ഓൾസോ. യു നീഡ് ടു ടെൽ പീപ്പിൾ നിങ്ങളിത് ചെയ്യൂ, യു ഡു ദിസ്, അല്ലെ യു അച്ചീവ് ദീസ് 5 തിങ്സ് ടുഡേ. ചിലപ്പോൾ ഒരു ഫുൾ ബിഗ്
ഗോൾ കൊടുക്കുന്നതിന് പകരം മേ ബി ഡിവൈഡ് ദിസ് ഇൻ ടു സ്മോളർ ബക്കറ്റ്സ് ആൻഡ് സേ യു ഡു ദിസ് ഫസ്റ്റ് ദെൻ വി വിൽ ലുക്ക് അറ്റ് ദി അതർ തിങ്സ്. സോ യു നീഡ് ടു ബി എ ഡെലിഗേറ്റർ. You need to be a person who can operate or delegate. But okay, now you have strategy, you have delegation or operations. ഇത്രയൊക്കെ എല്ലാവരും ചെയ്യും. But where a lot of people miss out is they're not an evaluator. Okay. കാരണം is your strat, like നമ്മൾ അച്ചീവ് ചെയ്യാനായിട്ട് അല്ലെ പ്ലാൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, is it on track? If you need to achieve something by end of year, ഹാഫ് ഇയർ ആകുമ്പോൾ അതിന് ഇത്രയും കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവണം. സോ യു നീഡ് ടു ഹാവ് എ ക്ലിയർ ഇവാലുവേഷൻ സ്ട്രക്ചർ. ഇപ്പോൾ ടീമിനാണെങ്കിലും ഈസ് ദ ടീം പെർഫോമിങ് എന്ന് ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു ഇത് ഉണ്ടാവണം. സോ ഇഫ് യു ഡു ദീസ് ത്രീ തിങ്സ്, ലൈക്ക് ഇഫ് യു ക്യാൻ സ്ട്രാറ്റജൈസ്, ഇഫ് യു ക്യാൻ ഓപ്പറേറ്റ് ആൻഡ് ഇഫ് യു ക്യാൻ ഇവാലുവേറ്റ്, നല്ലൊരു ലീഡർ ആവാൻ പോസിബിൾ ആയിരിക്കും. ഐ തിങ്ക് അതൊരു മേജർ ഫാക്ടറാണെന്ന് തോന്നുന്നത്. മേജർ എല്ലാവരും ഇവാലുവേറ്റ് ചെയ്യുന്നത് അവർ അറ്റ് ദ എൻഡ് ഓഫ് ദി ആ ടേം തീരാറാകുമ്പോഴായിരിക്കും ഇവാലുവേറ്റ് ചെയ്യുന്നത്. ബട്ട് ആരോ മിഡ് ടൈമിലോ അല്ലെങ്കിൽ തുടക്കത്തിലോ തുടങ്ങി ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ അത് നല്ല രീതിക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയിരിക്കും. യു നീഡ് ടു ഇവാലുവേറ്റ് ദ കറക്റ്റ് തിങ്സ്. എല്ലാ റാൻഡം സാധനങ്ങൾ ഇവാലുവേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ലൈക്ക് ഫോർ എക്സാമ്പിൾ, ഇഫ് യു വോണ്ട് ടു അച്ചീവ് ലൈക്ക് സേ സെയിൽസ്, ഒരു എക്സ് എമൗണ്ട് ഓഫ് സെയിൽസ്, ബട്ട് യു ആർ ഇവാലുവേറ്റിംഗ് ടീം 9 മണിക്ക് വന്നോ 5 മണിക്കാണോ പോകുന്നത്, കാര്യമില്ല. ദർ ഇസ് നോ പർപ്പസ്, റൈറ്റ്? യുവർ ഗോൾ ഇസ് ഇത്രയും എമൗണ്ട് ഓഫ് സെയിലോ അല്ലെങ്കിൽ ഇത്രയും ക്വാണ്ടിറ്റി ഓഫ് സെയിൽസോ ആയിരിക്കും നിങ്ങളുടെ ടാർഗറ്റ്. സോ വാട്ട് കണക്ഷൻ ഡസ് ഇറ്റ് ഹാവ് വിത്ത് അവർ 9 മണിക്ക് വന്നോ എത്ര മണിക്ക് പോയി? ഇറ്റ് ഡസൻറ്റ് ഹാവ് എ ഡയറക്റ്റ് ഇമ്പാക്റ്റ്. So you need to evaluate the right things also. That's where the game starts. Yes. Right? Okay. Of course, if you are evaluating the right thing, അത് നടക്കുന്നില്ലെങ്കിൽ then you need to evaluate the next level of things. അടുത്ത എന്താ നടക്കാൻ, പുതിയ എന്തെങ്കിലും സ്ട്രാറ്റജി കൊണ്ടുവരണം. Yes. Okay, that's a nice thing. വേറൊരു കാര്യം, എല്ലാവരും സംസാരിക്കുന്ന കുറേ പേര് മീൻസ് ഐഡിയാസ് എല്ലാവർക്കും ഉണ്ട്. കാരണം ഡെയിലി ഇപ്പോൾ ഉറങ്ങി എണീക്കുമ്പോൾ ചില പുതിയ ഐഡിയ വരാം, അങ്ങനെയല്ല. ഈ ഐഡിയാസ് ആണോ അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സിക്യൂഷൻ ആണോ? ഇത് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന ഒരാളെ ഏറ്റവും മേജറായിട്ട് ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ? ഐഡിയ ഓർ എക്സിക്യൂഷൻ? ഓക്കെ, എനിക്കൊരു നല്ല ഐഡിയ ഉണ്ട്. ആ ഐഡിയ വെച്ച് ഒരു മില്യണയർ ആയിട്ടുള്ള ഒരു ഫൗണ്ടറെ കാണിച്ചു തരാൻ പറ്റുമോ? ആ ഐഡിയ വെച്ചിട്ട് ഒരു ഐഡിയ മാത്രം വെച്ചിട്ട് ഒരു മില്യണയർ ആയിട്ടുള്ള ഒരു ഫൗണ്ടറെ കാണിക്കാൻ പറ്റുമോ? Obviously no. So then that answers your question. Basically ഐഡിയ ഉള്ളത് കൊണ്ട്, ഐഡിയ ഒത്തിരി ആൾക്കാരുടെ ഐഡിയ ഉണ്ട്. എവ്രിവൺ ഈസ് ഇൻ്റലിജൻറ്റ് അല്ലേ? ഹ്യൂമൻ ബീങ്സ് ആർ ഇൻ്റലിജൻറ്റ്. വേരിയിങ് ലെവൽസ് ഓഫ് ഇൻ്റലിജൻസ് ഉണ്ടാവും, ബട്ട് എവറിബഡി ഈസ് ഇൻ്റലിജൻറ്റ്. സോ ബേസിക്കലി ഐഡിയാസ്, ലോട്ട് ഓഫ് പീപ്പിൾ ഹാവ് ഐഡിയാസ്, റൈറ്റ്? എല്ലാവരും ഐഡിയ എക്സിക്യൂട്ട് ചെയ്യണമെന്നില്ല, ഡ്യൂ ടു വേരിയസ് റീസൺസ്. ചിലപ്പോൾ ആ ഐഡിയ എക്സിക്യൂട്ട് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ടാവില്ല, അല്ലെ അതിനുള്ള റിസോഴ്സ് ഉണ്ടാവില്ല, ഓപ്പർച്യൂണിറ്റി ഉണ്ടാവില്ല, മെനി റീസൺസ്. സോ പീപ്പിൾ ഡോണ്ട് എക്സിക്യൂട്ട് ഓൺ ഐഡിയാസ്. ഇനി എക്സിക്യൂട്ട് ചെയ്യുന്നവരാണെങ്കിലും അവരുടെ എക്സിക്യൂഷൻ കപ്പാസിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും. എല്ലാവരും ഒരേ രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യണമെന്നില്ല. ലൈക്ക് ഇപ്പോൾ ഒരു വെബ് ഡെവലപ്മെൻറ്റ് ഏജൻസീസ് ഇൻ കേരള ഒരു അറ്റ്ലീസ്റ്റ് ഒരു 500 വെബ് ഡെവലപ്മെൻറ്റ് ഏജൻസി ഉണ്ടാവും. ബട്ട് എല്ലാവരും ഒരു സെയിം ലെവൽ ഓഫ് സക്സസ് അച്ചീവ് ചെയ്തിട്ടുണ്ടാവില്ലല്ലോ. വൈ? ബിക്കോസ് എക്സിക്യൂഷൻ മാറ്റേഴ്സ്, റൈറ്റ്? അത് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ടീം ബിൽഡിങ്ങിൻ്റെ പ്രോബ്ലം ആയിരിക്കാം, അല്ലെങ്കിൽ മെനി റീസൺസ്. മേ ബി ദ ക്വാളിറ്റി അത്ര ഉണ്ടാവില്ല, ഓർ ദേ ഹാവ് നോട്ട് ഫൗണ്ട് ദ റൈറ്റ് ടീം, അല്ലെങ്കിൽ കറക്റ്റ് പേയിങ് ക്ലയൻസ് കിട്ടിയിട്ടുണ്ടാവില്ല, പല പ്രശ്നങ്ങളുണ്ടാവും. സോ സക്സസ് of an idea will depend on how you execute it. ഓക്കെ, ഞാൻ അങ്ങോട്ടേക്ക് അതിന് ക്വസ്റ്റ്യൻ ഡൈവേർട്ട് കൊണ്ടുവരാൻ നോക്കിയിരുന്നത്. അതായത് എക്സിക്യൂട്ട് ചെയ്യുന്നവരായിരിക്കും ഇപ്പോൾ പ്രോബബ്ലി ഒരു സ്റ്റാർട്ട് ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ഓഫ് ചെയ്യുക. ഇവർക്ക് കൊടുക്കാനായിട്ടുള്ള ജസ്റ്റ് ഒരു ടിപ്പ് എന്താ? കൈൻഡ് ഓഫ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക, കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യുക, ഹൗ ക്യാൻ ദേ അച്ചീവ് മോർ ആൻഡ് മോർ? സോ execution, you need to have clear grasp on what is your problem and you also need to understand എവിടെയാണ് നമ്മുടെ കസ്റ്റമർ എന്നുള്ളത്, or who is my customer. ഇപ്പം let me take a very simple example. ഒരു
ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ഓഫ് ബിസിനസ്. ലൈക്ക് ലെറ്റ്സ് ടേക്ക് എ ഷവർമ ജോയിൻറ്റ് ഫോർ എക്സാമ്പിൾ. ഓക്കെ, സോ ഞാൻ ഐ ആം ട്രൈങ് ടു പല റേഞ്ചിലുള്ള ഷവർമാസ് ഉണ്ടാവില്ല, ലൈക്ക് 80 rupees തൊട്ട് 220-30 rupees വരെയൊക്കെയുള്ള ഷവർമാസ് ഉണ്ടാവും. ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഷവർമ കുറച്ച് പ്രീമിയം, ഒരു അത്യാവശ്യം ഫൈൻ ഡൈനിങ് സ്പേസ്, ഒരു നല്ല ഇൻറ്റീരിയർ ഒക്കെ ചെയ്ത ഒരു സ്പേസ് ആണെങ്കിൽ നാച്ചുറലി എൻ്റെ കോസ്റ്റ് ഹൈ ആയിരിക്കും അല്ലേ, ഒരു 250 rupees ആ റേഞ്ച് ആയിരിക്കും അല്ലെ, മേ ബി ഈവൻ മോർ ദാൻ ദാറ്റ്. സോ ആ പ്രൈസ് പോയിന്റിൽ എല്ലാവരും ഒന്ന് ഷവർമ മേടിക്കില്ല. സോ ഞാനിപ്പോൾ ആസ് എ ബിസിനസ് ഓണർ ഞാൻ പറയാണ്, ഈ കൊച്ചിയിലുള്ള എല്ലാവരും എൻ്റെ കസ്റ്റമറാണ് എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് എ റോങ് അസംഷൻ. ഇത് ഞാനൊരു വളരെ സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞു. സോ യു ടേക്ക് ദിസ് ഫോർ എനി ബിസിനസ്, ലൈക്ക് എൻ ഇ-കൊമേഴ്സ് സ്റ്റോർ. ഇപ്പം സോ നമ്മളൊരു ഇ-കൊമേഴ്സ് സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ലോട്ട് ഓഫ് പീപ്പിൾ വുഡ് സേ എല്ലാവരും എൻ്റെ കസ്റ്റമറാന്ന് പറയും. It might be simple things like maybe banana chips, online sell ചെയ്യുക, റൈറ്റ്? യു വിൽ സേ എല്ലാവരും എൻ്റെ കസ്റ്റമർ. നോ, ഫസ്റ്റ് ഓഫ് ഓൾ അവർ ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കണം, അവർക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം, 2 അവർക്ക് ബനാന ചിപ്സ് ഇഷ്ടപ്പെടണം. അപ്പോൾ സോ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് യുവർ കസ്റ്റമർ ബേസ് ബിക്കം സ്മോളർ ആൻഡ് സ്മോളർ. സോ ബട്ട് ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം, അതൊരു പ്രോബ്ലം അല്ല. ബട്ട് ആ കസ്റ്റമർ ബേസ് ഏതാണെന്നുള്ളത് ക്ലിയർ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ then you can focus your effort on that. Okay. ഇപ്പം നമ്മൾ ഇന്നാൾ to give you an example, long time back we were doing a digital marketing for a dress shop, ladies dresses shop ആണ്. This was based in MG road ആണ്, കൊച്ചിയിലെ MG റോഡിലാണ് ബേസ് ചെയ്തിരിക്കുന്നത്. So we were having a discussion with the owner, ഇതിൻ്റെ ലൈക്ക് എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഒരു ടാർഗറ്റ് ഓഡിയൻസ് വരിക. അപ്പോൾ ഇപ്പോൾ അവർ കുറച്ച് നാളായിട്ട് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ച കാര്യം, ലൈക്ക് നിങ്ങൾ കൂടുതൽ ഇവിടെ വരുന്ന ആൾക്കാർ എവിടെ നിന്നൊക്കെയാണ് ആൾക്കാർ വരുന്നത് എന്നുള്ളത്. ഇതൊരു ലോക്കൽ റീറ്റെയിൽ സ്റ്റോറാണ്, അങ്ങനെ ഒരു ഓൺലൈൻ സ്റ്റോർ ഒന്നുമല്ല. സോ റീറ്റെയിൽ സ്റ്റോറാണ്. സോ ബേസിക്കലി യു ആർ ട്രൈങ് ടു ക്രിയേറ്റ് മോർ ഫുഡ് ഫോൾസ്. അതാണ് നമ്മൾ മെയിൻ ടാർഗറ്റ് ഫോർ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. സോ നമ്മളോട് ചോദിച്ചാൽ ലൈക്ക് കസ്റ്റമേഴ്സ് എവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് സജസ്റ്റ് ചെയ്തു ലൈക്ക് ദിസ് ഒരു 5 kilometer റേഡിയസിലാണ്. അപ്പോൾ ഇത് മെട്രോയുടെ കൺസ്ട്രക്ഷൻ ഒക്കെ നടക്കുന്ന സമയം. അപ്പോൾ MG റോഡിൽ നിന്ന് എന്തായാലും കാക്കനാട് നിന്നും ആരും വരത്തൊന്നുമില്ല. ആൻഡ് ദിസ് ലൈക്ക് 1000 square feet ചെറിയൊരു റീറ്റെയിൽ ഔട്ട്ലെറ്റ് ആണ്. സോ വി സെഡ് ലൈക്ക് ഓക്കെ, ഒരു 5 kilometer റേഡിയസ് ആയിരിക്കും യുവർ ആപ്റ്റ് ഓഡിയൻസ് വരാനുള്ള ചാൻസ് ഉള്ളത്. ബട്ട് ഇമ്മീഡിയറ്റ്ലി ദ ഓണർ വാസ് ലൈക്ക് അല്ലല്ല, നോ, നമുക്കങ്ങ് എവിടുന്ന ലൈക്ക് അരൂരിൽ നിന്നൊക്കെ ആൾക്കാർ വരാറുണ്ട്, നമുക്ക് ലൈക്ക് അങ്ങ് നോർത്ത് ഗുരുവായൂർ സൈഡിൽ നിന്നൊക്കെ ആൾക്കാർ വരാറുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ഒരു കുട്ടി ഗുരുവായൂരുള്ള ഒരാൾ വന്ന് ഇന്നലെ ഡ്രസ്സ് വൈകിട്ട് മേടിച്ചതേ ഉള്ളൂ. ബട്ട് വാട്ട് ദേ ആർ നോട്ട് റിയലൈസിങ് ഈസ് ഓഫ് ദ 100 customers ദേ ഹാവ് മേ ബി 5 പേര് അങ്ങനെ വരുന്നുണ്ടാവും. മേ ബി ഗുരുവായൂർ എന്നുള്ള ഒരാൾ അന്ന് MG റോഡിൽ എന്തോ കാര്യം വന്നപ്പോൾ അതുവഴി പോയപ്പോൾ വന്ന് കയറി മേടിച്ചായിരിക്കും. അവരോട് ചോദിച്ചാണ് എവിടുന്ന വീട് എവിടാന്ന് ചോദിച്ചപ്പോൾ ഗുരുവായൂർ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ബട്ട് ജെനുവിൻലി ഗുരുവായൂരിൽ നിന്ന് ഒരാൾ ഈ കടയിലേക്ക് വരില്ല മേടിക്കാൻ, ബിക്കോസ് അതിൻ്റെ ഇടയ്ക്ക് ഇടപ്പള്ളി ഉണ്ട്, അതിൻ്റെ ഇടയ്ക്ക് ഇഷ്ടംമാതിരി കടകളുണ്ട്, ഗുരുവായൂർ തന്നെ കടയുണ്ട്. സോ വൈ വുഡ് ദേ കം MG റോഡ് വരെ വരിക? ബട്ട് ഓണേഴ്സ് അങ്ങനെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്, ലൈക്ക് എല്ലാവരും എൻ്റെ കസ്റ്റമറാണ്. ഇത് മോസ്റ്റ്ലി ഒരു ഫസ്റ്റ് ടൈം ബിസിനസ് ചെയ്യുന്നവരുടെ ഒരു ചലഞ്ചാണ്. സോ യു നീഡ് ടു ഐഡൻറ്റിഫൈ യുവർ കസ്റ്റമർ വെരി ക്ലിയർലി. അത് എത്രത്തോളം ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഡിഫൈൻ ചെയ്യാൻ സാധിക്കണം. എസ്പെഷ്യലി ഇഫ് ഒരു ടെക്നോളജി എനേബിൾഡ് ബിസിനസ് ആണെങ്കിൽ, അതായത് നിങ്ങളുടെ കസ്റ്റമേഴ്സ് കൂടുതലും ഡിജിറ്റൽ ഫേസിങ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇതിനെ എത്ര ഡീപ്പായിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റുമോ അത്രയും നല്ലതാണ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ, ഞാനൊരു ലെറ്റ്സ് സേ ഓൺലൈൻ പെറ്റ് സ്റ്റോറാണ് ബിൽഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. പെറ്റ് ഫുഡ് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇ-കൊമേഴ്സ് സ്റ്റോർ ഓർ D2C ബ്രാൻഡാണെന്ന് വിചാരിക്കാം. വെൻ വി ടോക്ക് ടു സ്റ്റാർട്ടപ്സ് ഓൾസോ, മോസ്റ്റ് ഓഫ് ദ ടൈംസ് അവർ വന്നിട്ട് പറയും എൻ്റെ കസ്റ്റമർ ബിറ്റ്വീൻ ദ ഏജ് 25 to 35, മിഡിൽ ക്ലാസ്, ലിവിങ് ഇൻ മെട്രോ സിറ്റി. ഇതാണ് മോസ്റ്റ് ആൾക്കാരുടെ ഡെഫിനേഷൻ ഓഫ് കസ്റ്റമർ. ദിസ് ഈസ് യുവർ ബേസിക് ഡെമോഗ്രാഫിക്. ഓക്കെ, സോ ഒരു കസ്റ്റമർ ഐഡൻറ്റിഫിക്കേഷനിലേക്ക് തന്നെ വരുമ്പം യു ഹാവ് ഫർദർ ഡെപ്ത്, ലൈക്ക് എന്താണ് ബിഹേവിയറൽ പാറ്റേൺ, അവരുടെ ആസ്പിറേഷൻസ് എന്താണ്, ഹൗ ഇസ് ദെയർ ഡിജിറ്റൽ ബിഹേവിയർ. ലൈക്ക് ഓക്കെ, ഞാൻ ഒരു ഓൺലൈൻ പെറ്റ് ഷോപ്പ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എൻ്റെ കസ്റ്റമർ എത്ര ടൈം സ്വിഗ്ഗിന്ന് ഓർഡർ ചെയ്യും ഒരാഴ്ച? ഓക്കെ, ഓർ
my customers are more, അല്ലെങ്കിൽ 70% of my customers order from Swiggy, 30% order from Zomato. Okay. So if you can get that level of insight into your customer, then tomorrow നിങ്ങൾക്ക് പോയിട്ട് സ്വിഗ്ഗി ആയിട്ടൊരു പാർട്ട്ണർഷിപ്പിന് ഡിസ്കസ് ചെയ്യാം. യു ക്യാൻ സേ ലൈക്ക് എനിബഡി ഹൂ ഓർഡേഴ്സ് ലൈക്ക് ഇത്ര രൂപയുടെ മുകളിലേക്ക് ഫുഡ് ഓർഡർ ചെയ്യുമോ അല്ലെങ്കിൽ ഇന്ന സാധനങ്ങൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഗിവ് 1 കൂപ്പൺ ഫ്രം അവർ സൈഡെന്നോ പല കാര്യങ്ങൾ ചെയ്യും. ഓർ നമ്മുടെ ഇവിടെ വന്ന് ഈവൻ പെറ്റ് സ്റ്റോറിൽ വന്ന് മേടിക്കുന്ന ആൾക്കാർ സംബഡി ബൈസ് അബവ് 1000 rupees, ദേ ക്യാൻ ഗെറ്റ് എ സ്വിഗ്ഗി കൂപ്പൺ, 125 rupees off, right? So അപ്പോൾ ഇങ്ങനെയുള്ള വൈ യു ആർ ഗിവിങ് ദാറ്റ് ബിക്കോസ് യു ഹാവ് ഐഡന്റിഫൈഡ് നിങ്ങളുടെ കസ്റ്റമർ ബേസിൻ്റെ മെജോറിറ്റി സ്വിഗ്ഗിയിലാണ് മോർ ആക്റ്റീവ്, റൈറ്റ്? ഓർ you can even like you can think about എവിടെയാണ് എൻ്റെ കസ്റ്റമർ കൂടുതൽ ആക്റ്റീവ്? ആർ ദേ ഓൺ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, ട്വിറ്റർ? എവിടെയാണ് കൂടുതൽ ആക്റ്റീവ്? ഇൻ ഇൻസ്റ്റഗ്രാം ഈസ് ഇറ്റ് മെയിൽസ്, ഈസ് ഇറ്റ് ഫീമെയിൽസ് ഹു ആർ ഗോയിങ് മോർ മൈ കസ്റ്റമേഴ്സ്? ഫീമെയിൽസ് ആണെങ്കിൽ അത് ഏത് ഏജ് ഗ്രൂപ്പിലാണ്? അവരെന്തൊക്കെ ടൈപ്പ് ഓഫ് പേജസ് ആണ് അവർ ഫോളോ ചെയ്യുന്നത്? സോ റാൻഡംലി ഗോയിങ് ആൻഡ് ഡൂയിങ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിങ്ങിനേക്കാളും എപ്പോഴും ബെനിഫിറ്റ് എന്തായിരിക്കും? യു ക്യാൻ ഡു കൊലാബറേഷൻസ് വിത്ത് അതർ ബ്രാൻഡ്സ്, റൈറ്റ്? സോ ലെറ്റ്സ് സേ ലൈക്ക് you are a premium pet food brand, not your normal basic one, the premium one, and normally this is going to be about, then you have your customers who are mostly in 30 plus high income group, and they would be probably looking at again premium organic beauty products, for example, right? So you can do some sort of collaboration between them. So ഇങ്ങനെയുള്ള കുറേ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് യു ക്യാൻ ബിൽഡ് ഇഫ് യു നോ യുവർ കസ്റ്റമർ. You can build a lot of advertising strategies if you know how your customer is. You can even price point aptly if you know what your customer is. Even packaging you can decide if you know exactly how your customer is. Not simply saying ഒരു 20 to 25 age group അല്ലെങ്കിൽ 30 to 35 age group or middle income or upper middle class. These are very basic definitions. It feels like you have not done the research. So if you know more in depth about your customer, then it becomes easier for everything else in your business. Even to decide whether you need a telephone support or a chat support. Okay. Right? Very simple things. Like if your audience is 45 plus, maybe telephone support ആയിരിക്കും better. Chat support അത്ര ഇതായിരിക്കില്ല. But if your audience is under 35, even an AI chatbot is good enough for solving half of their problems. Okay. Right? So അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കോൾ സെൻറ്റർ സെറ്റപ്പ് ചെയ്യേണ്ട ആവശ്യം തന്നെ ഉണ്ടാവില്ല. Just AI chatbot implement ചെയ്താൽ മതി. Yes, which is much more cost effective. But ഇതെങ്ങനെ ഡിസൈഡ് ചെയ്യാൻ പറ്റുക? If you know how your customer is, what their behavioral pattern is, not just demography. ഈ ഏജ്, ലൊക്കേഷൻ, ഇൻകം എന്നൊക്കെ പറയുന്ന ബേസിക് ഡെമോഗ്രഫീസ് ആണ്. ബട്ട് ബിഹേവിയറൽ പാറ്റേൺസും കൂടെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ then you have a much better grasp on everything else. Okay. Your product, your support, the relationships. Discount കൊടുക്കണോ വേണ്ടി? If you are selling a very premium product and you give 10% off, ആരെങ്കിലും മേടിക്കാൻ വരും? Like it is not needed, right? There is somebody who is willing to pay 600 rupees for a burger. അയാൾ ഈ 10% discount ഇല്ല. So then why are you giving a 10% discount? Why is that even a marketing strategy? അപ്പോൾ ഈ ലെവൽ ഡെപ്ത് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് കസ്റ്റമേഴ്സ് ലോട്ട് ഓഫ് പീപ്പിൾ ഡോണ്ട് ഹാവ് ഇൻ ദിയർ ഇനീഷ്യൽ സ്റ്റേജസ്. ഓവർ എ പീരിയഡ് ഓഫ് ടൈം അവരത് പഠിച്ചെടുക്കും, ഓർ ദേ വിൽ റിയലൈസ് മേക്കിംഗ് എ ലോട്ട് ഓഫ് മിസ്റ്റേക്സ്. സോ ഇൻ ദ ബിഗിനിങ് യു നീഡ് ടു ഐഡൻറ്റിഫൈ ദിസ്. The next thing you need to identify is what is the real value you are giving to the customer. Okay. Lot of people come with values like great quality, അല്ലെങ്കിൽ affordable price. Okay, basic. So this is like very generic value propositions are. Very generic means from any food brand you will take, or any brand, D2C brand, or any software product, anything, nobody will say we give sub quality products. Like ellarum we give good quality products ennu parayunu. Or everybody will say we are at an affordable price. Nobody will come and say ഞങ്ങളുടെ ഭയങ്കര പ്രൈസിങ് ആണ് ഇട്ടിരിക്കുന്നത് ആരും പറയില്ല. എവറിബഡി സേസ് വി ഹാവ് എ ഗുഡ് പ്രൈസ് പോയിന്റ്. അഫോർഡബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫോർ ദ സർവീസസ് വി ആർ ഓഫറിങ് ദ പ്രൈസ് ഇസ് ഗുഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. Okay. So everybody will say that. So how are you different?
സോ മോർ ദാൻ യുണീക്ക് സെല്ലിംഗ് പോയിന്റ് ഒരു യുണീക്ക് വാല്യൂ പ്രൊപ്പോസിഷൻ ഉണ്ടെങ്കിൽ നല്ലതാണ്. ആൻഡ് യുണീക്ക് വാല്യൂ പ്രൊപ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ യുണീക്ക് ഐഡിയ ആയിരിക്കണം എന്നല്ല, ബേസിക്കലി മീൻസ് ഒരു വാല്യൂ നിങ്ങൾ കൊടുക്കുന്നുണ്ടായിരിക്കണം. ഇപ്പം ലൈക്ക് ഇഫ് യു ടേക്ക് സ്വിഗ്ഗി ഓർ സൊമാറ്റോ ഫോർ എക്സാമ്പിൾ, their value proposition is not നമ്മൾ ഫുഡ് ഡെലിവറി ചെയ്യുന്നു അങ്ങനെ ഒരു ഇതല്ല, ബട്ട് their value proposition is convenience. Okay. Even so various value propositions ഉണ്ടാവും for different customer segments അല്ലേ. സോ ഫോർ മീ ചിലപ്പം എൻ്റെ വാല്യൂ പ്രൊപ്പോസിഷൻ കൺവീനിയൻസ് ആയിരിക്കും. Okay. മേ ബി ഫോർ എ കോളേജ് സ്റ്റുഡൻറ്റ് ചിലപ്പം ഡിസ്കൗണ്ട്സ് ആയിരിക്കാം, ഡിസ്കൗണ്ട്സ് ആൻഡ് ഓഫേഴ്സ് ആയിരിക്കാം ചിലപ്പം അവർക്കുള്ളൊരു മേജർ അട്രാക്ഷൻ. സോ യു വിൽ ഹാവ് ഐഡൻറ്റിഫൈ ഡിഫറെൻറ്റ് കസ്റ്റമർ സെഗ്മെൻറ്റ്, ഓരോരുത്തരുടെയും വാല്യൂ പ്രൊപ്പോസിഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഇഫ് യു ക്യാൻ മാപ്പ് ദാറ്റ്, ഇന്ന ടൈപ്പ് ഓഫ് കസ്റ്റമറിന് ഇതായിരിക്കാം ഏറ്റവും ബിഗസ്റ്റ് വാല്യൂ, ഇന്ന ടൈപ്പ് അനദർ സെഗ്മെൻറ്റിലുള്ള കസ്റ്റമറിന് വേറൊരു വാല്യൂ ആയിരിക്കാനുള്ള വാല്യൂ കുഡ് ബി ലൈക്ക് കൺവീനിയൻസ്, ക്വാളിറ്റി അഗെയിൻ ഒരു വാല്യൂ ആണ്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. അഫോർഡബിലിറ്റി ഈസ് ഓൾസോ ഡെഫിനറ്റ്ലി, അഫോർഡബിലിറ്റിക്കാളും കോസ്റ്റ് റിഡക്ഷൻ. സംതിങ് വാസ് അവൈലബിൾ അറ്റ് 100 rupees, you are giving it 50 rupees, it's a cost reduction. ഇപ്പോൾ ലൈക്ക് ഊബർ brought in cost reduction for a lot of people അല്ലേ. കാരണം നമ്മൾ നോർമലി ഒരു ഇപ്പോൾ എയർപോർട്ടിൽ നിന്ന് അല്ലെങ്കിൽ വീട് വരെ വരണമെങ്കിൽ 12,000 രൂപ കൊടുത്തിരുന്നവർ ഇപ്പം നമ്മൾ 700-800 rupees നമുക്ക് ചെയ്യാൻ പറ്റും. സോ കോസ്റ്റ് റിഡക്ഷൻ. ചിലപ്പോൾ കൺവീനിയൻസ് ഉണ്ടാവും, ചിലപ്പോൾ സെക്യൂരിറ്റി വരാം, ട്രസ്റ്റ് കുഡ് ബി എ വാല്യൂ. ഇപ്പോൾ ഊബർ ആൻഡ് ഓൾ ദീസ് പ്ലേയേഴ്സ് മാർക്കറ്റിലേക്ക് കൊണ്ടുവന്ന ഒരു കാര്യം ട്രസ്റ്റാണ്. ലൈക്ക് യു ക്യാൻ ഏത് സിറ്റിയിൽ പോയാലും ഒരു ട്രസ്റ്റായിട്ട് നമുക്കൊരു കാറ് ബുക്ക് ചെയ്ത് ട്രാവൽ ചെയ്യാനായിട്ട് ദീസ് പ്ലാറ്റ്ഫോംസ് ഹെൽപ്പ് യു. സോ ട്രസ്റ്റ് ഈസ് ഓൾസോ എ ഗുഡ് വാല്യൂ പ്രൊപ്പോസിഷൻ. സോ ഇതൊക്കെയാണ് ആൻഡ് ഇത് ഓരോ കസ്റ്റമർ സെഗ്മെൻറ്റിനും ഡിഫറെൻറ്റ് വാല്യൂ പ്രൊപ്പോസിഷൻസ് ആയിരിക്കും മോർ ക്രിട്ടിക്കൽ. ലൈക്ക് സംബഡി ഇൻ ബാംഗ്ലൂർ എന്നും ബിസിനസ് മീറ്റിംഗ്സ് ഉണ്ട്. ഹിസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വാല്യൂ പ്രൊപ്പോസിഷൻ വിൽ ബി കൺവീനിയൻസ് ആൻഡ് കോസ്റ്റ് റിഡക്ഷൻ ഫോർ യൂസിങ് ഊബർ. ഞാനിപ്പോൾ ഡൽഹിയിലേക്ക് ട്രാവൽ ചെയ്യാണ്, എൻ്റെ ബിഗസ്റ്റ് വാല്യൂ പ്രൊപ്പോസിഷൻ വിൽ ബി ട്രസ്റ്റ്. അതായത് ഞാൻ ഇന്ന് ബുക്ക് ചെയ്താൽ ഞാൻ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്കവിടെ ക്യാബ് കിട്ടും എന്നുള്ളൊരു ട്രസ്റ്റ്. സെക്കൻഡ്, അതിലിപ്പോൾ 300 rupees എന്ന് പറഞ്ഞാൽ എനിക്ക് 300 കൊടുത്താൽ മതി, അവിടെ ചെല്ലുമ്പോൾ അത് 600 ആവില്ല എന്നുള്ള ട്രസ്റ്റ്. മേജർ ഫാക്ടർ ആയിരുന്നു. അപ്പോൾ ഫോർ എ ട്രാവലർ ഡിഫറൻസ് സാധനമായിരിക്കും, കൺവീനിയൻസോ കോസ്റ്റ് റിഡക്ഷനോ അല്ല എൻ്റെ ക്രിട്ടിക്കൽ സാധനം, ബട്ട് ട്രസ്റ്റ് ആയിരിക്കാം ചിലപ്പോൾ. സോ ഫോർ ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സ് ഡിഫറെൻറ്റ് വാല്യൂ പ്രൊപ്പോസിഷൻസ് ഉണ്ടാവും. സോ യു നീഡ് ടു ഐഡൻറ്റിഫൈ ദാറ്റ് ആൻഡ് ദെൻ based on these value proposition you need to communicate it effectively. So that's your marketing. ഞാൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാൻ കാരണം ഇത് ചിലപ്പോൾ മാർക്കറ്റിംഗ് അഡ്വർടൈസിങ് തന്നെ ആവണമെന്നില്ല. ഇറ്റ് ക്യാൻ ബി നിങ്ങളുടെ ഇമെയിൽസ് ആയിരിക്കാം, നിങ്ങളുടെ കോപ്പി ആയിരിക്കാം. സോ ഓൾ ഓഫ് ദീസ് തിങ്സ് വിൽ ഡിറ്റർമൈൻ ഹൗ പീപ്പിൾ വിൽ ഇൻട്രാക്ട് വിത്ത് യുവർ ബ്രാൻഡ് ഓർ യുവർ കമ്പനി. സോ ഇത്രയും കാര്യങ്ങളൊക്കെ ഒരു ക്ലിയർ ഗ്രാസ്പ് ഒരു ഫൗണ്ടറിനുണ്ടെങ്കിൽ ഐ തിങ്ക് റെസ്റ്റ് ഓഫ് ഇറ്റ് പീപ്പിൾ വിൽ ഫിഗർ ഇറ്റ് ഔട്ട്. ബട്ട് ദിസ് ഇസ് ദ മോസ്റ്റ് ക്രിട്ടിക്കൽ. ഇതൊരു ഫൗണ്ടേഷണൽ ബ്ലോക്സ് ആണ്. And again another challenge with a lot of founders that we see is ഈ problem and solution ഉണ്ടല്ലോ. So your core problem is always fixed, right? ഇപ്പം that exists. ബട്ട് നമ്മളെപ്പോഴും ഫൗണ്ടേഴ്സ് എപ്പോഴും സൊല്യൂഷനോട് ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആയി പോകും. സൊല്യൂഷൻസ് ക്യാൻ ചേഞ്ച് ഡിപ്പെൻഡിങ് അപ്പോൺ ആ ഒരു സമയത്തെ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ അന്ന് അവൈലബിൾ ആയിട്ടുള്ള ടെക്നോളജി പല രീതിയിൽ സൊല്യൂഷൻസ് ക്യാൻ ചേഞ്ച്. ഇപ്പോൾ ഇഫ് യു ലുക്ക് അറ്റ് ഫേസ്ബുക്ക്, റൈറ്റ്? ഫേസ്ബുക്ക് ഫ്രം ദ ബിഗിനിങ് അവർ പറയുന്ന കാര്യം വി ഹെൽപ്പ് ടു കണക്ട് പീപ്പിൾ. അതാണ് അവരുടെ കോർ പ്രോബ്ലം. അതാണ് they have changed a lot of things അല്ലെ. കുറേ രീതിയിൽ അവരുടെ എൻ്റയർ പ്ലാറ്റ്ഫോം ചേഞ്ച് ചെയ്തിട്ടുണ്ട്, പ്ലാറ്റ്ഫോമിനകത്തെ ഫീച്ചർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈവൻ അവരുടെ പണ്ട് കാലത്ത് ഫേസ്ബുക്കിൽ വാൾ എന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടായിരുന്നു, ഫേസ്ബുക്ക് വാൾ. സോ നമ്മൾ മറ്റുള്ളവരുടെ വാളിൽ പോയിട്ട് വി ക്യാൻ ആക്ച്വലി പുട്ട് സം പോസ്റ്റ്. ഇന്ന സാധനം ഇല്ല. സോ ദേ ടുക്ക് ഇറ്റ് ഔട്ട് ആൻഡ് എൻ്റയർലി ഒരു ന്യൂസ് ഫീഡ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിലേക്ക് മാറി. അപ്പോൾ
so they have also reinvented the entire platform. 2004 സ്റ്റാർട്ട് ചെയ്ത ഫേസ്ബുക്ക് അല്ല ഇന്നുള്ളത്. So many things. Because but the core problem that they were trying to address is still valid today. അവർ അതിൽ നിന്ന് മാറിയിട്ടില്ല. ഇന്നും അവരോട് ചോദിച്ചാൽ വാട്ട് ഡസ് ഫേസ്ബുക്ക് ഡു, വി കണക്ട് പീപ്പിൾ എന്ന് അവർ പറയും. അകത്തുള്ള കുറെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ yes, the how you connect and everything can change. So any business can be like this. Can we call it as an agility movement, like yes, definitely. Being agile and being flexible is a very ഒരു underrated skill ആണ് ഒരു ഫൗണ്ടറെ. People think you shouldn't be like agile or you should be like നമുക്കൊരു കാര്യം പ്ലാൻ ചെയ്ത് അതിലേക്ക് തന്നെ ഫിക്സ് ചെയ്ത് ചെയ്യണം. It's not necessary, കാരണം the world is changing around you, അല്ലേ? So ഏറ്റവും biggest example is COVID. So a lot of businesses ചിലപ്പോൾ I have spoken to a lot of founders. ഒരു 2019 എൻഡിലൊക്കെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ലൈക്ക് നവംബർ ഡിസംബറിലൊക്കെ ചിലപ്പോൾ ജോലിയൊക്കെ റിസൈൻ ചെയ്തിട്ട് വന്ന് they have started a business. And like ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കമ്പനി രജിസ്റ്റർ ചെയ്ത് ഒരു ജസ്റ്റ് ഗെറ്റിംഗ് ഇൻ ടു ദ മാർക്കറ്റ് ലൈക്ക് ഒരു മാർച്ച് ഒരു 3 മാസമൊക്കെ ആയപ്പോഴത്തേക്ക് കോവിഡ് അടിച്ചു. സോ there's a set of people who have closed down. പലരും അത് പറഞ്ഞിട്ടുണ്ട്, ലൈക്ക് കോവിഡ് വന്നു ഞങ്ങൾക്ക് പറ്റിയില്ല, നമ്മൾ ഷട്ട് ഡൗൺ ചെയ്യേണ്ട വന്നു. കുറേ ആൾക്കാർ ആ കോവിഡ് ആക്ച്വലി ദറ്റ് കെയോസിനെ അവരൊരു ഓപ്പർച്യൂണിറ്റി ആക്കി ദേ ഹവ് ഈദർ റീഇൻവെൻറ്റഡ് ദെയർ പ്രൊഡക്റ്റ് ഓർ സർവീസ് റീഇൻവെൻറ്റ് ചെയ്തിട്ടുണ്ട് പല രീതിയിൽ. അല്ലെ ദേ മൈറ്റ് ഹവ് ഈവൻ റീസ്ട്രക്ചേർഡ് ദ എൻ്റയർ സൊല്യൂഷൻ ആൻഡ് ദേ ഹവ് കം ഔട്ട് മച്ച് ബിഗർ. അപ്പോൾ അതാ ഫ്ലെക്സിബിലിറ്റി കൊണ്ടാണ് അവർക്ക് ആ ഒരു ഇത് ചെയ്യാൻ സാധിക്കുന്നത്. കോവിഡ് ഒരു മെഗാ ഇവൻ്റ് ആയതുകൊണ്ടാണ് നമുക്കിത് നോട്ടീസ് ചെയ്യാൻ പറ്റുന്നത്. ബട്ട് ഓൾ ത്രൂ ഔട്ട് എനി ടൈം ഒരു ഫൗണ്ടർ എപ്പോഴും ഇങ്ങനെയുള്ള പല പല മാർക്കറ്റ് ചേഞ്ചസ് കാണും. ഇതിപ്പം വെരി റീസെൻ്റ്ലി ഇപ്പോൾ എല്ലാവരും പേടിഎമ്മിൻ്റെ കാര്യം ഒക്കെ കേൾക്കുന്നുണ്ടാവും. സോ RBI കൺസിസ്റ്റൻ്റ്ലി ഹാവ് ചേഞ്ച്ഡ് റൂൾസ് ഓർ ബ്ലോക്ക്ഡ് സർട്ടൺ ഫിൻടെക് പ്രൊഡക്ട്സ്. അതാണ് ഇപ്പോഴത്തെ ഒരു മേജർ ഡിസ്കഷൻസ് ദാറ്റ് ഹാപ്പൻസ്. ആൻഡ് irrespective of who is right or wrong, I think about 1.5 years കുറേ പ്രീപെയ്ഡ് ക്രെഡിറ്റ് കാർഡ്സ് ഒക്കെ RBI ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ലോട്ട് ഓഫ് ഫിൻടെക് കമ്പനീസ് ഫേസ് ചാലഞ്ചസ്. ചില കമ്പനീസൊക്കെ പിന്നെ ഡൗൺ ആയി പോയി, ദേ ആർ നോട്ട് കമ്മിങ് ഔട്ട് ഓഫ് ഇറ്റ്. പക്ഷേ ചില ആൾക്കാർ ഇത് കംപ്ലീറ്റ്ലി ദേ ട്രാൻസ്ഫോം ദ ബിസിനസ്. പ്രൊഡക്റ്റ് എൻ്റയർലി ചേഞ്ച് ചെയ്ത് വേറൊരു ഓഫറിങ്ങിലേക്കൊക്കെ മാറി. സോ ദാറ്റ് ഈസ് എല്ലാ സമയത്തും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഫൗണ്ടറിന് വേണ്ട ഒരു സ്കിൽ ഇതായിരിക്കും അല്ലേ? Yes, for the long term run. Yes. So this is where I said strategy and vision. Okay, ആ വിഷനിലേക്ക് എത്താനായിട്ട് you should change whatever you want. Yes. Okay. So even strategiesum ഒരു consistent സാധനം ആവണമെന്നില്ല. You can change your strategy. Okay. But the vision? The only thing that doesn't change is change. So ബാക്കി എല്ലാം ചേഞ്ച് ചെയ്യാൻ നോബഡി ആരും പറയത്തില്ലല്ലോ ലൈക്ക് ഓക്കെ നിങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്തോ നിങ്ങൾ ചേഞ്ച് ചെയ്തതെന്ന് അങ്ങനെ റൂളൊന്നും ഇല്ലല്ലോ. ഇറ്റ്സ് ഓൾ നിങ്ങൾ തന്നെ ഉണ്ടാക്കിയ ഗോൾസോ അല്ലെ നിങ്ങൾ തന്നെ ഉണ്ടാക്കിയ സ്ട്രാറ്റജീസ് ആണ്. സോ ഇഫ് ഇറ്റ് ഈസ് നോട്ട് വർക്കിംഗ് എനി മോർ ആൻഡ് ഇഫ് യു ഫീൽ വെരി കോൺഫിഡൻ്റ്ലി അത് വർക്ക് ചെയ്യില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ചേഞ്ച് ഇറ്റ്. കാരണം ദ വേൾഡ് ഈസ് ഓൾവേസ് ചേഞ്ചിങ് ആൻഡ് കമ്പയർഡ് ടു ഒരു 20 years ബാക്ക് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഭയങ്കര സ്പീഡിലാണ് ഇപ്പോൾ. കാരണം ഒരു 1990s ലോകം ചേഞ്ച് ചെയ്തിരുന്നത് ഐ ഫീൽ ഓൺ എ മച്ച് സ്ലോവർ പേസിലാണ്. ടെക്നോളജി ആൻഡ് ഓൾ ദീസ് തിങ്സ്. Yeah. So like ഇപ്പം if to give you an example, ഞാനൊരു 2010 when I started my career there was nothing called AI. Right. Or it was not, I mean it was there, but ഒരു application ലെവലിലേക്ക് അത് എത്തിയിട്ടുണ്ട്. ഒരു കോമൺ application ലെവലിലേക്ക് എത്തിയിട്ടില്ല. So if you had to run a major marketing campaign or SEO campaigns ഒക്കെ ചെയ്യണമെങ്കിൽ you need to have a lot of content writers. Okay. ഇപ്പോൾ ഒരു ഓരോ വെബ്സൈറ്റിനും ഒരു ഹെവി ബിഗ് ലെവൽ വെബ്സൈറ്റ് ആണ്. യു നീഡ് ടു ഡു SEO, യു നീഡ് അറ്റ്ലീസ്റ്റ് വൺ കണ്ടന്റ് റൈറ്റർ ഫോർ എ വെബ്സൈറ്റ്. ടുഡേ one content strategist with AI can actually manage 10 or 20 websites. Right? Things have changed. So then that means കുറേ കണ്ടന്റ് റൈറ്റേഴ്സിൻ്റെ ആവശ്യമില്ലാതാവുന്നു. സോ ഇങ്ങനെ കുറേ കാര്യങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. ലൈക്ക് ദ വേ ബിസിനസ് ഓപ്പറേറ്റ്സ് ഈസ് ചേഞ്ചിങ്.
ഈവൻ കൺസപ്ഷൻ ഓഫ് ഇൻ്റർനെറ്റ് ഹാവ് ചേഞ്ച്ഡ് അല്ലേ. നമ്മളൊരു 2010 നോക്കിയാൽ വി വർ പേയിങ് ലൈക്ക് 250-300 rupees for 1 GB of internet. ഇന്ന് for 30 GB you are paying only that amount. അപ്പോൾ the consumption of internet has changed, the availability of market size have changed, so everything is consistently changing. So it is a crime to your business if you don't change. Okay, I think most of the founders ചിലപ്പോൾ ഫെയിൽ ആയി പോകുന്ന റീസൺ ഇതുകൊണ്ടായിരിക്കാം. So yeah, ഇത് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. ഐ മീൻ ഈവൻ ഇഫ് നമ്മളിത് ഇവിടെ ഇരുന്ന് പറഞ്ഞാൽ പോലും ആൻഡ് ലെറ്റ്സ് സേ 1000 people ഹിയർ ഇറ്റ്, എല്ലാവർക്കും അത് കേൾക്കാൻ പറ്റിയെങ്കിലും ലൈക്ക് ഹൗ മെനി ക്യാൻ അഡോപ്റ്റ് ഇറ്റ് ഈസ് ഓൾവേസ് ഗോയിങ് ടു ബി ക്വസ്റ്റ്യൻ. ഈ അഡോപ്ഷൻ ഓഫ് ദീസ് ഇപ്പം നമ്മൾ ഈ സംസാരിക്കുന്ന കാര്യങ്ങൾ പോലും വിൽ ഓൺലി കം ഇഫ് ദേ പ്രാക്ടീസ് ഇറ്റ്. ലൈക്ക് അവരത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ മാത്രമേ അവർക്ക് അത് ചെയ്യാൻ പറ്റൂ. ചിലപ്പോൾ അത് ഓർക്കുമായിരിക്കും, അത് ശരിയാണ്. ഇപ്പം നമുക്കും ഓരോ മിസ്റ്റേക്സ് ഒക്കെ പറ്റുമ്പോൾ നമ്മൾ ഓക്കെ അന്ന് നമ്മൾ ഏതോ ഒരു ടോക്കിൽ അങ്ങനെ ഇങ്ങനത്തെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് വിൽ ഓൾവേസ് ബി ദർ. ബട്ട് ഈ ഒരു മിസ്റ്റേക്സിൽ നിന്ന് പഠിക്കുന്നതിനേക്കാളും വലിയ ഒരു അധ്യാപകൻ ലോകത്തുണ്ടാവില്ല. സോ യുവർ മിസ്റ്റേക്സ്, ഈദർ യുവർ മിസ്റ്റേക്സ് or you should learn from somebody else's mistakes. Okay. എല്ലാ മിസ്റ്റേക്കും ഉണ്ടാക്കിയിട്ടേ പഠിക്കുകയുള്ളൂ എന്ന് വാശി പിടിക്കേണ്ട ആവശ്യമില്ല. You can also learn from other people's mistakes. Really successful people tend to learn from other people's mistakes also. Because നമുക്ക് അത്രയും ലൈഫ് ഇല്ല that you can make all the mistakes in the world and അതിൽ നിന്നെല്ലാം ഞാൻ പഠിച്ചിട്ട് ഞാൻ സക്സസ്ഫുൾ ആവാന്ന് പറയാനുള്ളൊരു ലൈഫ് ഇന്നില്ല. ലൈക്ക് യുവർ ലൈഫ് ഈസ് ക്ലിയർ. ലൈക്ക് ഇപ്പം ഒരു 30 വയസ്സൊരാൾക്ക് ഒരു മാക്സിമം ഒരു 30 വർഷം കൂടെ ജീവിക്കാം. 30 എന്ന് പറഞ്ഞാൽ 30 × 12 അത്രയും മാസങ്ങളേ ഉള്ളൂ. സോ അങ്ങനെ നോക്കുമ്പം യുവർ ടൈം ഈസ് വെരി ലിമിറ്റഡ്. സോ ഓരോ മാസവും കഴിയുന്തോറും ആ അക്കൗണ്ടിൽ നിന്ന് ഓരോന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ യു ഡോണ്ട് ഹാവ് ദ ടൈം ടു ലേൺ ഫ്രം യുവർ ഓൺ മിസ്റ്റേക്സ് ഓൾവേസ്. കുറച്ച് കാര്യങ്ങളൊക്കെ യെസ്, അവിടെയാണ് ഒരു കമ്മ്യൂണിറ്റി ക്യാൻ ആക്ച്വലി ഹെൽപ്പ്. സോ മോസ്റ്റ്ലി നമ്മൾ കമ്മ്യൂണിറ്റി ഒരു വേറെ കമ്മ്യൂണിറ്റി കംസ് ഇൻ ടു പ്ലേസ്. ലൈക്ക് ഒരു ഫോർ എക്സാമ്പിൾ ഒരു സക്സസ്ഫുൾ ടെക് ഫൗണ്ടർ ഫ്രം കേരള ആൻഡ് വി ഡു എ സെഷൻ ലൈക്ക് ഹീ ഷെയറിങ് ഹിസ് എക്സ്പീരിയൻസ്. ഞാനിത് ചെയ്തു, ഞാൻ അങ്ങനെ ചെയ്തു, അപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് കുറേ പ്രശ്നങ്ങളുണ്ടായി, പിന്നെ നമ്മൾ ഇങ്ങനെ അതിനെ സോൾവ് ചെയ്തു. സോ ഓൾ ഓഫ് ദിസ് ഇസ് ആഡിങ് വാല്യൂ. ഒരു നോളജ് ബേസ് ക്രിയേറ്റ് ചെയ്യാണ് കമ്മ്യൂണിറ്റിയിൽ. ആൻഡ് ദീസ് ഇൻട്രാക്ഷൻസ് ഇപ്പം ലൈക്ക് നമുക്ക് ഫസ്റ്റ് ഹാൻഡ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ലൈക്ക് വി ആർ പാർട്ട് ഓഫ് ദ കമ്മ്യൂണിറ്റി. സോ നമ്മൾ തമ്മിലുള്ള ഇൻട്രാക്ഷനാണ് ശരിക്കും ആ കമ്മ്യൂണിറ്റിയുടെ ഒരു നോളജ് ബേസ് എന്ന് പറയുന്നത്. സോ മോർ അത് അഗൈൻ ദാറ്റ്സ് ഫ്രം ഞാൻ നേരത്തെ പറഞ്ഞ ബാക്കിയുള്ളവരുടെ മിസ്റ്റേക്സിൽ നിന്നും കൂടെ നമുക്ക് വേണമെങ്കിൽ പഠിക്കാം. എല്ലാം നമ്മൾ തന്നെ മിസ്റ്റേക്ക് ആക്കിയിട്ട് പഠിക്കണമെന്നില്ല. ഓക്കെ, നൈസ്. ഐ തിങ്ക് ലോട്ട് ഓഫ് കാര്യങ്ങൾ ഷെയർ ചെയ്ത് ഭയങ്കര ഇൻഫോർമേറ്റീവ് സെഷൻ ആയിരുന്നു. കുറേയധികം കാര്യങ്ങൾ പറഞ്ഞു. ഇനിയിപ്പോൾ ഇത് കേട്ടവർക്ക് ബെനിഫിഷ്യൽ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കുള്ളൂ. നമ്മുടെ പോഡ്കാസ്റ്റിൻ്റെ ഉദ്ദേശം അത് തന്നെയാണ്. യെസ്. സോ വിത്ത് ദിസ് മേ ബി വി ക്യാൻ വൈൻഡ് അപ്പ് ദിസ് സെഷൻ. ഓക്കെ, താങ്ക് യു മിറ്റു ചേട്ടാ ഫോർ ദിസ്, for sharing your time with us. Always happy to do this again. I think we can do more and more sessions. കാരണം ഞങ്ങൾ ഓൾറെഡി കുറേ സെഷൻസ് ചെയ്യുമ്പോഴും പല സജഷൻസ് വരും. സ്പെസിഫിക് ആയിട്ട് ഇതിനെപ്പറ്റി സംസാരിച്ചൂടെ അങ്ങനെയൊക്കെ. നമുക്ക് അങ്ങനെ വരുമ്പോൾ സ്പെസിഫിക് ആയിട്ട് ആ ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാൻ നമുക്ക് ഇനിയും definitely happy to do it. Okay, അപ്പോൾ see you in the next episode. Okay, thank you. Bye bye. Bye.